പണ്ഡിത മഹത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മുബാറക്കായ കക്കൂത്ത് ജുമാ മസ്ജിദിൻ്റെ അങ്കണത്തിൽ വെച്ച് നിരവധി മഹാന്മാർ അഹ്ലുബൈത്തിലെ കണ്ണിലുണ്ണികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ബർക്കത്താക്കപ്പെട്ട ഒരു മഹല്ലിൽ വെച്ചാണ് നമ്മുടെ ഈ പരിപാടി. വിശുദ്ധ റമദാൻ മാസം നമ്മോട് യാത്ര പറയുകയാണ്. വളരെ സ്പീഡിൽ, ഹൈ സ്പീഡിൽ ലാ തഖൂമു സ്സാഅത്തു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ യതഖാറബ സമാൻ, കാലം അടുക്കുന്നതുവരെ. ഫതകൂനു സനത്തു, അന്ന് കൊല്ലമാകും. കശ്ശഹരി, ഒരു മാസം പോലെ. വയകൂനു ശഹ്റു, അന്ന് മാസമാകും. കൽ ജുമുഅത്തി, ഒരു ആഴ്ചയെപ്പോലെ. വതകൂനുൽ ജുമുഅത്തു, അന്ന് ആഴ്ചയാകും. കൽ യൗമി, ഒരു ദിവസം പോലെ. വയകൂനുൽ യൗമു, അന്ന് ദിവസമാകും. കസ്സാഅത്തി, ഒരു മണിക്കൂർ പോലെ. ഇന്നലെ നമ്മളോട് കൂടി, ഇന്നും കൂടി, അല്ലേ? അനുഭവപ്പെടുന്നത് ഒരു മണിക്കൂറിൻ്റെ ദൈർഘ്യം. വതകൂനു സ്സാഅത്തു, ഒരു മണിക്കൂറാകും. കഹ്തിറാഖി സ്സാഫത്തി, നുരുമ്പിയ തുരുമ്പ് കത്തിച്ചാരമാകാൻ എത്ര സമയമാണോ വേണ്ടി വരിക, ആ സമയം പോലെ. അതുകൊണ്ട് ഇന്നലെ നമ്മുടെ പ്രഭാഷകൻ പറഞ്ഞതുപോലെ സമയം വളരെ വിലപിടിച്ചതാണ്. അത് ഉപയോഗപ്പെടുത്തണം. ബഹുമാനപ്പെട്ട OMS തങ്ങളും ഇവിടെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി നാമൊക്കെ ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ റഹ്മാനി ഉസ്താദ് വാണിയന്നൂർ പ്രഗത്ഭനായ പ്രഭാഷകനാണ്, നമ്മുടെ അടുത്ത സുഹൃത്താണ്. ദീർഘകാലമായി പൊന്നാനിയിൽ മുദരിസും ഖതീബും ഇമാമുമായി സേവനം ചെയ്യുന്നു. ദീർഘകാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്റെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അത് നൽകട്ടെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ച സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ റഹ്മാനി ഉസ്താദിനെ നിങ്ങൾക്ക് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا فادركنا يا حبيب الله. أعوذ بالله من
الشيطان الرجيم. بسم الله الرحمن الرحيم. وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون إذا متنا وكنا ترابا وعظاما أئنا لمبعوثون صدق الله العلي العظيم. وقال النبي المصطفى محمد صلى الله عليه وسلم لا يلج النار من بكى من خشية الله صدق رسوله الكريم صلى الله عليه وسلم. മഹത്താവേദിയുടെ സമാദരണീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ ഉസ്താദ് അബ്ദുള്ള ഫൈലി, ഉദ്ഘാടനം ചെയ്ത സയ്യിദ് ഹാഷർലി ശിഹാബ് തങ്ങൾ, പ്രാർത്ഥന കൊണ്ട് വേദിയെ ആത്മീയമായി സജീവമാക്കിയ ബഹുമാന്യനായ ഉസ്താദ് ടി ഷറഫുദ്ദീൻ മുസ്ലിയാർ, സ്വാഗതമർശന പി എ അസീസ് സാഹിബ്, ലളിത മനോഹര സുന്ദരമായ വാക്കുകൾ കൊണ്ട് സമർത്ഥമായ ആശംസ സമർപ്പിച്ച പ്രിയങ്കനായ കേരളത്തിലെ ആവേശോജ്വല പ്രസംഗവേദിയിലെ ആകർഷണീയ താരം, എൻ്റെ പ്രിയ സുഹൃത്തും നമ്മുടെ പ്രാസ്ഥാനിക ആവേശവുമായ ബഹുമാന്യനായ ആനമങ്ങാട് മുഹമ്മദ് കുളുഫൈലി, ഈ സകല സുഹൃതങ്ങൾക്കും ഒളിഞ്ഞും തെളിഞ്ഞും ചുക്കാൻ പിടിക്കുന്ന ബഹുമാന്യനായ സുഹൃത്തും നമ്മുടെ പ്രാസ്ഥാനിക പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യവുമായ ഷമീർ ഫൈസി ഒടമല, ബഹുമാന്യനായ ഉസ്താദ് ഷുക്കൂർ മദനി അമ്മനിക്കാട്, NTC മജീദ് സാഹിബ്, PT ഹസീസ് ഹാജി, വരിക്കോടൻ ഹനീഫ, CM ബഷീർ ഫൈലി, ഉമർ ഹാജി മേലാറ്റൂർ, C അബ്ദുള്ള ഹാജി പോലെയുള്ള സ്റ്റേജിലെ മഹാന്മാരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിശുദ്ധ റമളാനിൻ്റെ പട്ടാപ്പകൽ ബഹുമാന്യനായ നമ്മുടെ മലയാളക്കരയിലെ പ്രാർത്ഥന സദസ്സുകളിലും ദുആ സദസ്സുകളിലുമൊക്കെ നിറസാന്നിധ്യവും ആവേശവുമായ സമാദരണീയനായ OMS തങ്ങൾ, അത് ഇതിൽ വന്നിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് വിട്ടുപോയതാണ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ഖിൻ്റെ ദിനങ്ങൾ നമ്മോട് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വിട ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 2-3 ദിവസങ്ങളുടെ ഇടയിൽ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി രക്ഷപ്പെടുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ മദ്യപത്തിൽ ഈ പരിപാടിയാണെങ്കിൽ ഇതിനേക്കാളും ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങൾ പിന്നെ ഇപ്പം എല്ലായിടത്തും ഉണ്ടാവും. നോമ്പർക്കും കൂടുതൽ പെണ്ണുങ്ങളാണ്, വയലിനും കൂടുതൽ പെണ്ണുങ്ങളാണ്, ഗാനമേളക്കും കൂടുതൽ പെണ്ണുങ്ങളാണ്, നരകത്തിലും കൂടുതൽ പെണ്ണുങ്ങളാണ്. എല്ലായിടത്തും കൂടുതൽ അവരാണ്, നരകത്തിലും പോലെ തന്നെയാണ് കൂടുതൽ. എന്ന് പറഞ്ഞാൽ വയലിന് വന്ന പെണ്ണുങ്ങൾ നരകത്തിൽ പോകുന്നല്ലേ പറയുന്നത്, പക്ഷേ നരകത്തിൽ കൂടുതൽ പെണ്ണുങ്ങളാണെന്നാണ്. നമ്മൾ ഈ പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അള്ളാഹു അതീഷ്ണമായ ചൂടിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിപ്പോൾ എന്താ പറയുക, ആണുങ്ങളൊക്കെ ഇപ്പോൾ കുറേ ഉറക്കിലും അങ്ങാടിയിലൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു സങ്കടം നമ്മുടെ മലയാളക്കരയിൽ ഏതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയാൽ പള്ളിയിലൊക്കെ ഫുള്ള് ആളുകളായിരിക്കും. 10 ദിവസം ഇത്തിക്കാഫിൽ നോമ്പറക്കാനൊക്കെ ഭക്ഷണം ആണ്ടുകൊണ്ടിരാ. മദ്രാസ് പോയി നോക്കൂ, ബാംഗ്ലൂർ പോയി നോക്കൂ, അവിടെ നിന്ന് ഇത്ര കൂടുതൽ പള്ളികളും മദ്രസൊന്നും ഇല്ലല്ലോ.
എന്നാൽ ഈ അവസാനത്തെ 10 ദിവസം അവർ പേരക്കുട്ടികളും മക്കളും വാപ്പാർക്ക് ഇങ്ങനെ നോമ്പറക്കാൻ സാധനങ്ങൾ കൊണ്ടുവരുന്നതാണ്. വലിയ ആലിമ്യങ്ങളൊന്നുമല്ല അവർ, പക്ഷെ ഓൽക്കൊരു ഇൽമുണ്ട്. അവസാനത്തെ 10 പുറത്തിറങ്ങരുത്. നമുക്കൊരുപാട് ഹദീസും ആയത്തൊക്കെ അറിയാം, പക്ഷേ ഈ നന്മകളൊക്കെ നമ്മൾ നഷ്ടപ്പെടാം. അതാണ് എങ്ങനെ ഈ അവസാനത്തെ 10 നന്മയിൽ നിന്ന് ഒളിച്ചോടുക എന്ന് ഒരിക്കലും. ഇപ്പം സത്യം ഹാജർ പട്ടിക തയ്യാറാക്കണപ്പോഴാണ്. ഒരു കുട്ടി സ്കൂളിൽ വന്നു, മദ്രസയിൽ വന്നു, ഹാജർ വിളിക്കാൻ നേരത്ത് പുറത്തുവന്നാൽ പട്ടികയിൽ വരില്ല. റഹ്മത്ത് കിട്ടിയോണ്ട് മാഫറത്ത് കിട്ടിക്കോളന്നില്ല, മാഫറത്ത് കിട്ടിയോണ്ട് ഇത്തക്കൽ പെട്ടോളൊന്നുമില്ല. പക്ഷെ ഇത്തക്കൽ പെട്ട ഒക്കെ കിട്ടും. അങ്ങനെയാണ്, ഇത്തക്കൽ പെട്ട ഒക്കെ കിട്ടും. പക്ഷെ ഇത്തക്കൻ്റെ 10 നമുക്കൊക്കെ തിരക്ക് കൂടി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഈ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ലൈലത്തുൽ ഖദർ നാളെ വളരെ പ്രതീക്ഷിക്കപ്പെടേണ്ട രാവാണ്. അതിൻ്റെ തലേന്നാണ് ലൈലത്തുൽ ഖദർ എന്ന ഈ വാക്കിൽ 9 അക്ഷരങ്ങളാണുള്ളത്. അത് ആ സൂറത്തിൽ 3 വട്ടം ആവർത്തിച്ചിട്ടുണ്ട്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ 1, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ 2, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ 3. 3 × 9 = 27. ഇവിടെ അങ്ങനെ തന്നെ അല്ലേ? ഞങ്ങളാ ഭാഗത്ത് അങ്ങനെയാണ്. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? 3 × 9 = 27 അല്ലേ? ഇത് വെച്ചിട്ട് സ്വഹാബാക്കളിൽ പലരും പറയുന്നുണ്ട് 27 രാവിനാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളതിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ നാളെ രാത്രിയാണ്. കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ രാത്രിയാണ്. ലൈലത്തുൽ ഖദർ എന്ന് ആ രാത്രിക്ക് പേരിടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനതൊന്നും പറയില്ല. പക്ഷേ നിങ്ങൾ പലപ്പോഴും കേൾക്കാൻ സാധ്യമില്ലാത്ത ഒരു കാരണം ഞാൻ പറയാം. പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മലക്കുകൾ വന്ന് ഇറങ്ങുന്നതും അതുകൊണ്ട് ഭൂമി ഇടുങ്ങുന്നതും, ആ രാത്രിൻ്റെ ഖദർ ദറജ, അത് ഇറങ്ങിയ ഉമ്മത്തിൻ്റെ ഖദർ, അത് ഇറക്കിക്കൊടുത്ത മുത്തുനബിയുടെ ഖദർ, ഇതൊക്കെ അതിൻ്റെ അമലിലെ ഖദർ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ പുറമെ വേറൊരു കാര്യം കൂടിയുണ്ട്. ലൈലത്തുൽ ഖദറിൽ ആലിമീങ്ങളുടെ നേതൃത്വത്തിലായി ഫിക്റിൻ്റെയും ദ്വായുടെയും സാസ് പള്ളിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ തഖ്വയുള്ള ആലിമീങ്ങളുടെ ഇൽമ് കേട്ടാൽ മനുഷ്യൻ്റെ ഹൃദയം സജീവമാവും, ഹയാത്തുണ്ടാവും. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ എന്ന് പേരിടാൻ കാരണം എന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ അവരെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു താല നമ്മുടെ ഹൃദയത്തെ, ചത്തുണങ്ങിയ ഹൃദയത്തെ അള്ളാഹു നന്മകളുടെ കായ്ക്കനികളെ കൊണ്ട് സജീവമാക്കട്ടെ, പച്ചപ്പാക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. മക്കം ഫത്ത് സംഭവിച്ചത് ഈ 10-ലാണ്. അതൊരു ചരിത്രമാണ്. പക്ഷെ ഞാൻ ചരിത്രം പറയല്ല. ഈ ചരിത്രത്തിൻ്റെ പണ്ഡിതന്മാർ ആരിഫ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ 10-ലാണ് മക്കം ഫത്ത് സംഭവിച്ചത്. അതിലൊരു ഇഷാറത്തുണ്ട്. ഇത് രണ്ടാലൊരു തീരുമാനമാക്കണ 10-ആണെന്നാണ്. ജാ അൽ ഹഖ് വ സഹഖൽ ബാത്തുല ഇന്നൽ ബാത്തുല കാന സഹൂഖ എന്നതിൽ നമുക്ക് രണ്ടാലൊരു തീരുമാനം ഉണ്ടാക്കണ 10-ആണിത്. കാരണം സ്വർഗത്തുക്കും നരകത്തുക്കും പോണ ആരാന്നുള്ളത് ഈ 10-ലാണ് തീരുമാനമല്ല. ആദ്യത്തെ 10 തീരുമാനമാവില്ല. ഇല്ല, ആദ്യത്തെ 10 നോമ്പർപ്പിച്ച ആൾ ഇന്നലെ കള്ളു കുടിച്ചിട്ടുണ്ട്, പിന്നെ എങ്ങനെ തീരുമാനമാകാം? രണ്ടാമത്തെ 10 വാല് കേൾക്കാൻ മുന്നിലിരുന്ന നാളെ 3-ാമത്തെ 10 സുബഹി ഖളാക്കുണ്ട്. അപ്പോൾ രണ്ടാലൊരു തീരുമാനമാണിത്. ഇപ്പോൾ ഈ 10-ലാണ്. അതിനെന്ത് വേണമെന്നറിയോ? മക്കം ഫത്തയിൽ എന്താ സംഭവിച്ചത്? നമ്മൾ നടത്തന്നെ എന്തേ ബിംബങ്ങളൊക്കെ കാബത്തിനുള്ളിൽ നിന്ന് എടുത്ത് പുറത്താക്കി. നമ്മളൊക്കെ അൽബാകുന്ന കാബത്തിനുള്ളിൽ കുറേ ബിംബങ്ങളുണ്ട്, അതാണ്ട് പുറത്താക്കി നമ്മളും ഫത്തായി. അതാണ് ആ കാബത്തിനുള്ളിൽ നിന്ന് ബിംബങ്ങളൊക്കെ എടുത്ത് പുറത്താക്കിയില്ലേ എന്നതുപോലെ നമ്മുടെ കൽബാകുന്ന കാബം, യഥാർത്ഥ കാബം കൽബുൽ മുഅ്മിനിന്റെ താഴെയാണ്. അള്ളാന്റെ അർശ് പോലും ഖൽബുൽ മുഅ്മിനിന്റെ തഹ്തിലാണ്. ഫൗഖിൽ ഖൽബുൽ മുഅ്മിനാൻ വഅർശുർ റഹ്മാൻ ഖൽബുൽ മുഅ്മിൻ എന്നാണ്. എന്തുകൊണ്ട്? ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിമൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മദീനയിൽ വഫാത്തായപ്പോൾ അർശ് കുലുങ്ങി എന്ന് മുഹമ്മദ് മുസ്തഫ. അർശ് പടച്ചൂന്ന് വ്യാഖ്യാനങ്ങൾ കുറേ ഉണ്ട്, എന്നാലും അർശ് പടച്ചു എന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അർശ് പടക്കാൻ പാടില്ല എന്നുള്ളത് അർശിനെ താങ്ങുന്ന ചാർജ് ഏൽപ്പിക്കുന്ന സമയത്ത് മലക്കളോട് അല്ല പറഞ്ഞിങ്ങനെ ഈ സാധനം ഇളകരുത് എന്ന്, നന്നായിട്ട് പിടിച്ചോണ്ടിന്ന് പറഞ്ഞിങ്ങനെ. അങ്ങനെ അള്ളാൻ്റെ അമ്ര സ്വീകരിച്ചിട്ട് മലക്കൾ താങ്ങിക്കുന്ന സാധനമാണ് അർശ്. അതൊന്നും അർശിനറിയില്ല. ഇവിടെ സാധവന് മാതാൻ കണ്ട് വഫാത്തായി, അർശ കണ്ട് പഠിച്ചു. കാരണം എന്താ? ആ അർശ് ഈ അർശിൻ്റെ താഴെയാണ്. അതുകൊണ്ടാണ് ഈ പിടക്കണത്. അപ്പോൾ നമ്മളായാൽ
കാബം വരെ നമ്മളെ ബഹുമാനിക്കും. അള്ളാഹു തആല ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. നാളെ മാശറിയിൽ കാബത്തിനൊരു പുതിയാപ്പിളർക്കുണ്ടെന്നാണ്. കാബത്തിൻ്റെ മനോഹരമായ അവസ്ഥയിൽ, പ്രകാശമയമായ അവസ്ഥയിൽ, വളരെ വളരെ നല്ല അവസ്ഥയിൽ സ്വർണത്തിൻ്റെ വട്ടക്കണികളൊക്കെ ഘടിപ്പിച്ചിട്ട് മലക്കുകൾ 70,000-ഓളം അതിലപ്പുറം മലക്കുകൾ ഇങ്ങനെ കൊണ്ടുവരും സ്വർഗത്തേക്ക്. അപ്പം കാബ ഒരു വാശി സ്വഭാവത്തിൽ പൊടിച്ചു നിൽക്കുന്നതാണ്. അള്ളാഹിനോട് പറയും ഞാൻ ഇവിടെ നിന്ന് അനങ്ങൂലാന്ന്. അത് അള്ളാഹ് ഏർപ്പാട് ചെയ്യുന്നതന്നെ കേട്ടോ, അത് അള്ളാഹുവിൻ്റെ ഏർപ്പാട് തന്നെ, അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. ഞാൻ ഇവിടെ നിന്ന് അനങ്ങൂല. എന്ത്? പിന്നെ എന്നെക്കാളും മാത്രമുള്ള കുറേ സൃഷ്ടികൾ എൻ്റെ ചുറ്റും വന്നിട്ട് ഓടിക്കളിച്ചിട്ടുണ്ട് തവാഫ് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ്ട്. മുഅ്മിനീങ്ങളെ കൽബ് എന്നെ ചാരി നിന്നിട്ടുണ്ട്. അവരെൻ്റെ ചുറ്റുഭാഗത്തും തവാഫ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ ബാക്കിൽ തരാതെ ഞാൻ അനങ്ങൂലാന്ന് കാബ ഷരീഫ് പറയുന്ന. അപ്പോൾ കാബത്തിൻ്റെ ചുറ്റുഭാഗത്ത് പോയിട്ട് ഇഖ്ലാസോടെ തവാഫ് ചെയ്ത ആളുകൾ, കരഞ്ഞവർ എല്ലാവരും കാബത്തിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഇവരെല്ലാവരും കൂടിയിട്ടാണ് കാബൻ സ്വർഗത്തിലേക്ക് പോവുക. വഅലമു ഉമ്മത്ത സയ്യിദിന മുഹമ്മദ്. ബഹുമാനപ്പെട്ട ആനമങ്ങാട് ഉസ്താദൊക്കെ ഇടക്കിടക്ക് ആളുകൾ അങ്ങനെ ചോടെടുക്കിന് കൊണ്ടുപോയിട്ടുണ്ട്. അവരൊക്കെ കണ്ണീര് ആ മാർബിൾമ കുറേ പതിഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരു പ്രഭാഷകനാണ്. പ്രഭാഷകന്മാർ കുറേ ഉണ്ട്. ഉള്ളിൽ തട്ടിയ വർത്താനം പറയാൻ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഒന്ന് ഉള്ളിൽ നിന്ന് ഉള്ളിക്ക് കൊടുക്കാനും കുറച്ച് ആളുകളേ ഉള്ളൂ. മിമിക്രിയും ജാടിയൊക്കെ കുറേ നടക്കുന്നുണ്ട്. പക്ഷെ കൽബിൻ്റെ ഉള്ളിൽ നിന്ന് കൽബിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട തീച്ചൂടിനാണ് പ്രഭാഷണം എന്ന് പറയുക. ഭാഷ ഛർദ്ദിക്കണതിനല്ല. അതിപ്പോൾ സമാജത്തിലൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് പരിചയിച്ച ആർക്കും പറയില്ല. ഞങ്ങളിപ്പോൾ ഉള്ളിൽ നിന്ന് ഉള്ളിക്ക് കൊടുക്കുമ്പോൾ ഗുരുവായി, സിലബസ് തീർത്ത അധ്യാപകനായ എളുപ്പമുണ്ട്, ഗുരു ആവാൻ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലായിടത്തും ഗുരുത്തക്കേട് പറഞ്ഞു. അധ്യാപകക്കേട് എന്ന് എവിടെയും പറയില്ലല്ലോ. ഉമ്മാനോട് കളിക്കുന്ന കുട്ടിനോടും പറയില്ല ഉമ്മക്കേട് തട്ടുന്നല്ല, ഗുരുവാണ് ഗുരുത്തക്കേട്. ബാപ്പാനോട് അപമര്യാദ കാണിക്കുന്ന കുട്ടിനോട് അറിയില്ല എടാ ബാപ്പക്കേട് തട്ടുന്നല്ല, ഗുരുവാണ്. ഈ ലോകത്തിൻ്റെ അസല് ഗുരുവാണ്. ഉമ്മയും വാപ്പയും പിന്നെയാണ്. അള്ളാഹു തആല ആദ്യം നടത്തിയിട്ടുള്ള അധ്യാപനം ഉസ്താദ് ശിഷ്യ എന്നുള്ളതാണ്. അവിടെ ഒരു ചങ്ങായി അദബുകേട് കാണിച്ചു, അവനെ ചെവിടിച്ചിട്ട് ദർശനം പുറത്താക്കി. അതുകൊണ്ടപ്പോൾ ഈ റമളാൻ്റെ ഒക്കെ ആവശ്യം വന്നത്. ഞാൻ അവൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റമളാൻ അത്യാവശ്യമാണ്. കാരണം ചങ്ങലമല അപ്പോൾ ഉള്ള സാധനം. പക്ഷേ നമ്മളെ കൂട്ടത്തിൽ ചില ചെറുപ്പക്കാരെ പണി എന്താരോ, ഓൻ ശവ്വാൽ ഒന്നിന് ജയിൽ മോചിതനാവും. അപ്പോൾ ഓന് സ്വീകരണ സമ്മേളനം നടത്തുക. അതിനിപ്പോൾ ഗാനമേളക്ക് അജണ്ട ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. എന്നിട്ട് തൗബയിൽ പങ്കെടുക്കും ചെയ്യും. 26 എന്നൊരു തൗബ ഉണ്ട്. ശവ്വാൽ ഒന്നിന് കണ്ണൂർ റഹ്നാനൊക്കെ കൊടുത്തിട്ട് ഗാനമേള നടത്താൻ വേണ്ടി തീരുമാനിച്ച ചെറുപ്പക്കാരൻ തൗബയിൽ ടവലിട്ടിട്ട് മുമ്പിലുണ്ടാവും. അതാ വലിയ രസം. കാരണം ഇവര് വിചാരിച്ചിരിക്കണ ഈ തൗബ എന്ന് പറഞ്ഞാൽ കുറച്ച് വെടിവെട്ടിക്കലാണെന്ന്. കൊടുക്കട്ടെ ആമീൻ, കിട്ടട്ടെ ആമീൻ, തരട്ടെ ടേ എന്നാണ് കേട്ട ആമീൻ പറയാ, എന്നാ സ്വർഗം കിട്ടിയെന്നാണ്. തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപ്പെന്നാണ്. താപ്പം എന്ന് പറഞ്ഞാൽ ടേ എന്ന് പൊട്ടിക്കുന്നല്ല, ചൂടിന. സൂര്യ താപം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഉള്ളിൽ ടേ എന്ന് പൊട്ടുന്നല്ല, പിന്നെ സൂര്യൻ്റെ ചൂടിനാ പറയാ. തൗബ എന്ന് പറഞ്ഞാൽ കൽബിൻ്റെ ഉള്ളിലുള്ള ചൂടിനാണ്. കൽബിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞുകൂടുന്നൊരു ചൂടുണ്ട്, അതിനാ തൗബ എന്ന് പറയാ. ഭാഷ വേണമെന്നില്ല, കണ്ണിന്ന് വെള്ളം എടുത്താൽ രക്ഷപ്പെട്ടു. അള്ളാനോർത്തുകൊണ്ട് കരഞ്ഞവന് കത്തിക്കാളുന്ന ഭീകരമായ ജ്വാലയായ കത്തിക്കാളുന്ന ഭീകര ജ്വാലയായ നരകത്തിൽ കടക്കൂല. നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ. അത് തീരുമാനാണ്. നാളെ ചില ആളുകളെ മലക്കുകൾ ഊരക്കിട്ട് ചവിട്ടിയിട്ട് നരകത്തൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടുവന്ന ഹദീസിൽ കാണാം. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉമ്മത്ത് മുഹമ്മദിൻ്റെ കഴുത്തിൽ ചങ്ങല വരില്ല എന്നൊക്കെ ഹദീസിലുണ്ട്. വേറെയുള്ളവരൊക്കെ ചങ്ങല ഇട്ടിട്ടാണ് കൊണ്ടുപോകുക. ഉമ്മത്ത് മുഹമ്മദിന് ചങ്ങല ഇടൂല എന്നാണ്. കാരണം നോമ്പ് ഒറ്റ ആൾക്കാരെ മുഖത്തൊരു ചെറിയ പ്രകാശം ഉണ്ടാവുന്ന മുഹമ്മദ് മുസ്തഫ. ആ മലക്കുകൾക്ക് ഇങ്ങനെ ചങ്ങല ഇടാൻ തോന്നൂല എന്നാണ് സംഗതി. ചങ്ങലേറ്റ് മലക്കുകൾ വരും, ഈ പ്രകാശം കാണുമ്പോൾ ബാക്കൊക്കെ അടിക്കുന്നതാണ്. വേണ്ട, ചങ്ങല കണ്ട ഊരൊക്കെ ചവിട്ടിയാൽ മതി എന്ന് പറയും. എന്നാലും ചവിട്ടിട്ടോ, ചവിട്ടിട്ടു ഊരൊക്കെ ചവിട്ടിയിട്ട് കൊണ്ടാണ്. എന്നിട്ട് മലക്കുകൾ എന്താ ചെയ്യുക, ഈ താടി ഉണ്ടല്ലോ ഇതുകൊണ്ട് പിടിക്കും, എടുക്കും. എന്നിട്ട് ഓല മുട്ടും വെക്കും, മലക്കുകൾ മുട്ടും വെക്കും. എന്നിട്ട് നരകത്തിൻ്റെ വക്കുന്ന ഈ മുട്ടും കണ്ട് പൊട്ടിക്കും. അതിൽ എല്ലൊക്കെ കൂടി പൊട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതിങ്ങോട്ട് ചപ്പാനാണ്, എന്നാൽ ഏറിയാനുള്ള സുഖമാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഏറിയണ കോലം കേൾക്കങ്ങനെ സൂറത്തുൽ മുൽക്കിലേക്ക് വരും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وللذين كفروا بربهم عذاب جهنم وبئس المصير.
إذا ألقوا فيها سمعوا لها شهيقا. ആ ഉൽക്കൂ എന്നുള്ള ആ വാക്കുണ്ടല്ലോ, എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു വാക്കാണ്. നരകം എന്താന്ന് ഭാഷ അറിയുന്ന ആളുകൾക്ക് ആ വാക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതി, വേറെ എടുക്കും വേണ്ട. കാരണം ഇൽക്ക എന്ന് പറയണത് ഇതിന് ഇങ്ങനെ ഒരു സാധനം ഇപ്പോൾ ഇങ്ങനെ ഉണ്ടതിന് ഇൽക്ക എന്ന് പറയില്ല, ഇങ്ങനാണ്ട് ഇടുന്നതിന് ഇൽക്ക എന്ന് പറയില്ല, കുണ്ട് കാലത്തൊക്കെ ഇടുന്നതിന് ഇൽക്ക എന്ന് പറയുള്ളൂ. ഇതിന് ഇൽക്ക എന്ന് പറയും. ഒന്ന്. രണ്ട്, ഇൽക്ക എന്നുള്ള ഭാഷ ഇൻസൾട്ട് ആക്കണോടത്ത് ഉപയോഗിക്കുക, അല്ലാത്തടത്ത് ഇദ്ഖാൽ എന്ന് പറയാം. ഒന്നുമല്ലാതെ വലിച്ചേർന്നത് ഇതിനെ ഇൽക്ക എന്ന് പറയാം. ഇനി ഒന്ന് അർത്ഥം വെച്ച് നോക്കൂ. ഇതാ ഉൽക്കു, രണ്ടർത്ഥം അവിടെ കിട്ടി. ഒന്ന് നരകം ആഴാന്ന് കിട്ടി, രണ്ട് വളരെ നിസ്സാരപ്പെടുത്തിയിട്ട് വലിച്ചെറിയണമെന്നും കിട്ടി. ഒറ്റ വാക്കുന്ന രണ്ടും കിട്ടും. എനിക്ക് കിട്ടിയ ഇമാമിയങ്ങൾ കിട്ടി എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, എനിക്ക് കിട്ടിയ കൂടി പറയാനുള്ളതല്ല ഖുർആൻ, അത് പത്രമാണ്. ഇമാമിയങ്ങൾക്ക് കിട്ടിയത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ഉൽക്കു, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാ ഉൽക്കു, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമയും പറഞ്ഞോളി. കാരണം നരകം ചിന്തിച്ചിട്ട് പേടിച്ചിട്ട് കരഞ്ഞത് ജിബ്രീൽ അലൈഹി സ്വലാമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കെ, ജിബ്രീൽ എന്തിനാ നരകം കണ്ടിട്ട് കരയണത്? കാരണം ജിബ്രീലിന് തീയൊരു വിഷയമല്ലല്ലോ. നമ്മളെല്ലാവരും പറയലില്ലേ, നമ്രൂദിൻ്റെ തീക്കൂടാരത്തിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി വലിച്ചെറിയപ്പെട്ടിട്ട് ഉരുകാതെ കിടന്നത് അത്ഭുതമായിട്ട് ഞാൻ പ്രസംഗിക്കലുണ്ട്, ആനമാട് പ്രസംഗിക്കലുണ്ട്, ഞങ്ങൾ പറയലുണ്ട് ഇല്ലേ, അത്ഭുത. പക്ഷെ ഇബ്രാഹിം നബിൻ്റെ വലത്തോടത്ത് രണ്ട് മലക്കളുണ്ടല്ലോ, ഓല് കരിഞ്ഞിട്ടില്ലല്ലോ. എന്താ പ്രവാചകന്മാർ പറയാത്തത്? മലക്കുകൾ തീയിൽ കരിയില്ല, അതന്നെ. ആ മലക്കൾക്ക് തീ വിഷയമല്ലാന്ന്. ആ മലക്കളുടെ കൂട്ടത്തിൽ നേതാവാണ്, രാജാവാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹി സ്വലാം നരകം കണ്ടിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ കാര്യത്തിന്റെ ഗൗരവം എവിടെ എത്തി? ഈ വാമാ സുരേഷ് എന്ന് പറഞ്ഞൊരു പാമ്പുടുത്തക്കാരനുണ്ട്. ഞങ്ങളെ പ്രോഗ്രാം ഇടയ്ക്ക് യാത്രയിൽ ഇങ്ങനെ മൊബൈൽ തുറന്നിട്ട് കുട്ടികൾ കാണിച്ചു തരലുണ്ട്. അത് വലിയ വലിയ രാജവമ്പാലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പൂക്കൾ മിന്നും പോലെ മിന്നും. നിങ്ങൾ കണ്ടുകളാ, കാണാനായിട്ട് തുറക്കണ്ട. ഞാൻ അങ്ങനെ പാമ്പുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. ആളെ കടിക്കാൻ വേണ്ടി വലിയ പാമ്പുകൾ ഇങ്ങോട്ട് തല ഉയർത്തും. അപ്പം അയാൾ പാമ്പിനെ കെട്ടിപ്പിടിച്ചിട്ട് മുത്തും. വാവാ 3000 കടി ആൾക്ക് കൊണ്ടിട്ടുണ്ട്. 3000-ലേറെ കടി കിട്ടിയിട്ടുണ്ട് മൂർഖൻ്റെ ഇടുന്നത്. രാജവമ്പാല മാത്രമേ അദ്ദേഹത്തിനെ കടിക്കാത്തുള്ളൂ, ഒറ്റൊക്കെ കടിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ മരിച്ചിട്ടില്ല. ഈ വാവാ സുരേഷിന് പാമ്പുകളായിട്ടുള്ള കളി എന്ന് പറഞ്ഞാൽ ഹോബിയാണ്, പേടിയനല്ല. അങ്ങനത്തെ വാവ ഒരു നാട്ടിൽ നിന്നൊരു പാമ്പിനെ കണ്ടിട്ട് ഓടുകയാണെങ്കിൽ ആ നാട്ടിൽ ഞാൻ ആരും പറക്കാൻ പാടില്ല. എന്തേ? കാര്യം വലിയ അപകട. കാരണം വാവാ സുരേഷിന് പാമ്പൊരു വിഷയമല്ല. ആ വാവയാണ് ഒരു പാമ്പിനെ കണ്ട് ഓടിയത്. അപ്പം ഇനി വേറെയുള്ളവർ അവിടെ താമസിക്കാനേ പാടില്ല, വിഷയം ഗൗരവമാണ്. എന്നതുപോലെ ജിബ്രീലിനടക്കം മലക്കൊന്നും തീയൊരു വിഷയമല്ല. ഒരാളിപ്പോൾ തീയിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരുങ്ങുകയാണെങ്കിൽ അവൻ്റെ റൂഹ് പിടിച്ചുകൊണ്ടാണ് അസ്രായേലിനെ. അസ്രായേലിന് രോമം കരിയില്ല. ആ അസ്രായേലടക്കമുള്ള മലക്കുകൾ ഖുർആൻ പറയാൻ وهم من خشية ربهم مشفقون. ഈ ആയത്തിനൊരു പശ്ചാത്തലമുണ്ട്. അത് മലക്കുകൾ നരകത്തിന്റെ ശബ്ദം കേട്ട് പേടിച്ചതാ. ഖലഖല്ലാഹു ജഹന്നമ, അല്ലാഹു ജഹന്നമിനെ സൃഷ്ടിച്ചു. ഫസഫ്സഫത് സഫറാ, അപ്പോൾ അതൊന്ന് പ്രകമ്പനം കൊണ്ടു. ഫലം യബ്ഖ ഫിസ് സമാവാതി സബ്ഇ, ആ സമയത്ത് 7 ആകാശങ്ങളിലും ഒരു മലക്കുകളില്ല. ഇല്ലാ ഖറ അലാ വജ്ഹി, പേടിച്ച് പരിഭ്രമിച്ചുകൊണ്ട് മുഖം കുത്തി സുജൂദിലേക്ക് വീഴുകയാ നബിയുനാ റസൂലുള്ളാഹി. നരകം കണ്ടിട്ടില്ല കേട്ടോ, നരകം കണ്ടിട്ടില്ല. അള്ളാഹ് നരകാണ്ട് സൃഷ്ടിച്ചപ്പോൾ നരകം കൊണ്ടുവന്ന ഒരു പ്രകമ്പനം കൊണ്ടു. ആ പ്രകമ്പനത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. ആ ശബ്ദം 7 ആകാശങ്ങളിലുള്ള മലക്കുകളും കേട്ടു. പെട്ടെന്ന് ഇൻഫിയാലൻ നീയത്തിച്ചിട്ട് തെക്ബീറിട്ടിട്ട് സുജൂദ് പോയതല്ല, അങ്ങനെ പേടിച്ചങ്ങോട്ട് വീണു മുഹമ്മദ് മുസ്തഫ. ഏതായി മലക്കുകൾ? വലിയ വലിയ ശബ്ദത്തൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ. ഇടി കൈകാര്യം ചെയ്യണ മലക്കയിലുണ്ട്, ഭൂമി കുലുക്കം കൈകാര്യം ചെയ്യണ മലക്കൾ. അവർക്ക് ഈ ശബ്ദം കേട്ടിടുന്ന ഒരു പ്രശ്നമില്ല, അതൊന്നും ബുദ്ധിരിയല്ലോ അവർക്ക്. ഓലെ എന്തെല്ലാം ശബ്ദം കേട്ട് പരിചയമുള്ളവരാ. പക്ഷെ ആ മലക്കുകൾ നരകത്തിൻ്റെ ഒരു ചെറിയ ശബ്ദം കേട്ടപ്പോഴേക്ക് സുജൂദക്ക് അങ്ങോട്ട് പേടിച്ച് വീണുപോയി. തെറ്റാത്ത നാക്കിൻ്റെ മുത്തേ മുത്തലി മുഹമ്മദ് മുസ്തഫ. मेरी आरज़ू है नवाजा गया हो,
मेरी आरज़ू है नवाजा गया हो मदीना 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 अजब बेखुदी है कन में खोल तू है अजब बेखुदी है कन में खोल तू है मणिदीप में मक्के मदीना निलावे मकबूल यासीन मुहम्मद रसूले उदयास्तमान ഉപകാര ജീന ഉദകും ചെങ്കോലെ ഹുക്കുമത്ത് നൂറേ വിശാല പ്രകാശ വിളങ്ങും സന്ദേശ വിശേഷ മദീനേ മദീന നിധിയേ. അല്ലാ, ഞാൻ ഈ പിരിയണ സമയത്ത് റസൂലുള്ളാഹിക്ക് ഒരു സല്യൂട്ട് കൊടുത്തതാണ്, വേറെ ഒന്നുമല്ല. ഇത്തക്കിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. രക്ഷപ്പെടാനുള്ള മാർഗം ഇഷ്കിൻ്റെ മിസ്ക് മുഹമ്മദ് മുസ്തഫ, വേറൊന്നുമില്ല. എന്തുകൊണ്ട് മുസ്തഫാ നബിൻ്റെ അടുത്തേക്ക് ഒരിക്കൽ ജിബ്രീലും കണ്ട് മുഖമൊക്കെ വിവരണമായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. മുഖമൊക്കെ കണ്ട് വിവരണമായിന്. ജിബ്രീലിനെ കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ബേജാറായി. ജിബ്രീല് അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ കൂടി വരണമെന്ന് ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, നബിയെ വരുന്ന സമയത്ത് നരകമൊന്നും നോക്കിയതാണ്. അള്ളാഹു അതിൽ നമ്മളെ ബഹുമാനപ്പെട്ട ഷുക്കൂർ സാസിലേക്ക് അതഞ്ഞ് ദുഹാസ്കരിക്കാൻ വള്ളിയെ കാണുമെന്ന് അറിയില്ല, ഏതായാലാട്ടെ. ഞാൻ തെക്ബീറല്ലില്ല, മുമ്പ് അങ്ങനെ ചൊല്ലി കുടുങ്ങിക്കണം. അതുകൊണ്ടാണ് മരക്കാരെ വെച്ചിട്ട് കണ്ടപ്പോൾ തെക്ബീറല്ലേ മുമ്പ് നേരെ മൂത്രപ്പേരി കണ്ടുപോയി ചൊല്ലിയിട്ട് ഞാൻ കുടുങ്ങുകയും ചെയ്തു. കാരണം ഇത് കഴിച്ചിട്ട് കൊണ്ട് വരണ്ട, അതുവരെ ചെല്ലു തന്നെ. അപ്പോൾ ഈ സ്റ്റേജിൽ എത്താൻ നേരത്തെ തെക്ബീർ തുടങ്ങലുള്ളൂ. അതുകൊണ്ടാണ് ഏതായാലാവട്ടെ. അപ്പോൾ ഈ നന്മകളൊക്കെ അദ്ദേഹത്തിൻ്റെ അധ്വാനമാണെന്ന് കേട്ടു. അല്ലാഹു തആല കബൂലായി കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കട്ടോ, നിങ്ങൾ നോക്കണം, ഞാനും നോക്കി, നിങ്ങളും നോക്കി, ഞാനും നോക്കി. പിന്നെ ഈ സമയത്ത് ഒരു പെടക്കലാണ് ആവശ്യം. ഒരു പെടക്കൽ, കൽബ് ഇങ്ങനെ ഒന്ന് പെടക്കുക. 26 ദിവസമായി, ഇപ്പം 25 ദിവസമായി. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, നോമ്പർക്ക് എന്താ ഉണ്ടാകുക എന്നല്ല, പിന്നെ ആശുപത്രി കയറിയിട്ട് 25 ദിവസമായി സോക്കട് മാറിക്കണമെന്ന് ചിന്തിക്കണ്ടേ. നമ്മൾ രോഗത്തിന് ആശുപത്രി കയറി 25 ദിവസം മരുന്ന് പിടിച്ച് മാറിയിട്ടില്ലെങ്കിൽ ആശുപത്രി മാറൂലേ? അപ്പോൾ എവിടേക്ക് നമ്മൾ മാറുക? റമളാൻ ഒരു ഹോസ്പിറ്റലാണ്. മുദ്നിബീങ്ങളായ രോഗികളായ നമ്മൾ അല്ലാഹു തആല അഡ്മിറ്റ് ചെയ്തിട്ട് 25 ദിവസമായി. 25 ദിവസമായി അല്ലാഹു തആല അഡ്മിറ്റ് ചെയ്തിട്ട് 25 ദിവസത്തെ മരുന്ന് ഇപ്പം നമ്മൾ കുടിച്ചു. ഇപ്പം ചിന്തിക്കേണ്ടത് OMS തങ്ങൾ ഇപ്പോൾ എവിടേക്കായിരിക്കും അടുത്ത പരിപാടിക്ക് പോകണമെന്നല്ല, തങ്ങളെ പോയിക്കോട്ടെ. അവരെ കുട്ടികൾ എല്ലാ ദിവസവും എൻ്റെ പ്രോഗ്രാം കേൾക്കലുണ്ടെന്ന് പറഞ്ഞു. സയ്യിദന്മാർ കേൾക്കുന്നതാണ് ബർക്കത്തല്ലോ. അല്ലാഹു തആല ഒരു ബർക്കത്തുകൊണ്ട് നമ്മളെ പ്രഭാഷണത്തിലൊക്കെ ഇഖ്ലാസേറ്റ്. പിന്നെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളൊക്കെ ഇപ്പം ചിന്തിക്കേണ്ട നിങ്ങളല്ല, ഞാനും ചിന്തിക്കേണ്ട എന്താ അറിയാം, 25 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ഷവ്വാൽ ഒന്നിനെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പോവാണ്. ഷവ്വാൽ ഒന്നും ഡിസ്ചാർജ് ചെയ്യാണ്. പിന്നെ ഇനി വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാനില്ലാന്ന്. സോക്കെടുപ്പ് ഈ 3-4 ദിവസം കൊണ്ട് മാറിയിട്ടില്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. കാരണം റൂഹ് അങ്ങോട്ട് ശവായാൽ നെറ്റിമ ബോർഡ് വരില്ല, ജീവൻ പോകുമ്പോഴാണ് തിരിയുക. അതുവരെ തടിയും മണ്ണൊക്കെ ഉണ്ടാവും. റൂഹ് ശവായാൽ അതാണ് മയ്യിത്ത്, മറ്റേത് മയ്യിത്തല്ല. ലാ തഹ്സബനിൽ ഖുതിലൂ ഫീ സബീലില്ലാഹി അംവതൻ, അത് മരിച്ചവരാണെന്ന് ഉറപ്പാണ്. പക്ഷെ ധരിക്കരുത് എന്നുള്ള തഖീലാനെ നൂനിട്ടിട്ട് കെട്ടിപ്പൂട്ടിയിട്ട് അല്ലാഹു പറഞ്ഞു. ലാ തഹ്സബ് എന്നല്ല, ലാ തഹ്സബന്ന, ധരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. ആ നൂന് വെറുതെ കൊടുത്തല്ല. ലാ തഹ്സബ് എന്നാണെങ്കിൽ അതൊന്നും ഭാവിക്കരുത് ഇട്ടോ എന്നർത്ഥം. ഇവിടെ തഖീലാനെ നൂനിട്ട് കെട്ടിപ്പൂട്ടിയിട്ടാണ് പറഞ്ഞു. അങ്ങനെ ധരിക്കാനേ പാടില്ല, അബദ്ധാണെന്നാണ്. എന്നിട്ട് മൗസൂലിസിലിട്ട് അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്. അപ്പം ഖത്ൽ നടന്നിക്കണമെന്ന് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തില്ല എന്ന് അള്ളാഹ് തീരുമാനമുണ്ട്. എന്നിട്ട് അള്ളാഹ് അമ്പാത്ത് എന്ന് പറയരുതെന്ന് പറഞ്ഞു. എന്നാലോ ഫൈനക്കലാ തുസ്മീൽ മൗത്ത, മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് അപ്പുറത്തു. അത് അബൂജഹലിനെ കുറിച്ചാണ് പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന ആളെക്കുറിച്ചാണ്. ജീവിച്ചിരിക്കുന്ന ആളെക്കുറിച്ച് മയ്യത്ത് എന്ന് പറഞ്ഞു, മരിച്ചു പോയ ആളെക്കുറിച്ച് അമ്പാത്ത് എന്ന് പറയാൻ പാടില്ല എന്നും രണ്ടും ഖുർആനിലുള്ളത്. എന്താണെന്നറിയോ, അബൂജഹൽ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ ചലിക്കുന്ന മൃതദേഹമാണ്.
നമ്മൾ അങ്ങനെ പാടില്ല, റൂഹ് പോവരുത്. ഇൽമു എന്ന് പറഞ്ഞാൽ വഹയിൽ ഒരു വഹീൻ്റെ പ്രകാശനമാണ്. അത് അർശ് തട്ടിയിട്ട് വരേണ്ടതാണ്, ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യലല്ല. അതിപ്പോൾ ജൂതന്മാർക്കൊക്കെ കഴിയും. ഞങ്ങളൊക്കെ അറബ് ഭാഷയിൽ സംശയം കണ്ട് എടുത്തു നോക്കണ ഡിക്ഷണറി ഉണ്ട്, മുഞ്ചിത്. അത് ഉണ്ടാക്കിയത് ക്രിസ്ത്യാനിയാണ്. ആൾക്ക് അറബിലല്ല കഴിവുള്ള ആളാണ്. അറബി ഭാഷ പറയുക, അത് ഇംഗ്ലീഷിലാക്കുക, രണ്ടും കൂടി മലയാളത്തിലാക്കുക, ഒക്കെ കൂടി ഉറുദുവിൽ പാടുക, ഇതല്ല. കൽവിൻ്റെ ഉള്ളിലൊരു സൗന്ദര്യമുണ്ട്, പ്രകാശമുണ്ട്. അത് പോയാൽ മയ്യത്താണ്. അള്ളാഹു അതിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു അതിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം അത് വീണ്ടെടുക്കാനാണ് ലൈലത്തുൽ ഖദർ റമദാനും. അത് കഴിയാണ്, 2-3 ദിവസമേ ഉള്ളൂ. ഇപ്പം തീരുമാനമായിട്ടില്ലെങ്കിൽ അപകടമാണ്. അപകടം എന്ന് പറഞ്ഞാൽ നരകാണ്, നരകാണ്. പടച്ച തമ്പുരാനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയുടെ അരികിലേക്ക് വരികയാ. മുഖം വിവർണമാണ്, ദുഃഖഭാരം കൊണ്ട്, വിശന്നുകൊണ്ട്, ദുഃഖഭാരം കൊണ്ട്, വളരെ വൈഷമ്യത്തോടുകൂടി കഷ്ടപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലെത്തിയ ജിബ്രീലിനോട് അള്ളാഹിന്റെ റസൂല് ചോദിച്ചു, എന്ത് പറ്റി ജിബ്രീൽ? ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നരകമൊന്ന് കണ്ടു നബിയേ. അപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു, സിഫ്ലി യാ ജിബ്രീൽ, അതൊന്ന് പറഞ്ഞതാ ജിബ്രീലേ. ഫഖാല, ജിബ്രീൽ അങ്ങ് പറയാൻ തുടങ്ങി, യാ റസൂലല്ലാഹ്, നരകത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന ഹാവിയില്ലേ, അത് ഭൂമിയിൽ മശരിക്കിലെത്തിയാൽ മഗ്രിബ് വരെയുള്ള മരങ്ങളൊക്കെ കരിയുന്നതാ, പക്ഷികളൊക്കെ ഉരുകുന്നതാ, സമുദ്രജലം വറ്റുന്നതാ, മനുഷ്യന്മാര് വെണ്ണീറാകുന്നതാണ്. യാ റസൂലല്ലാഹ്, നരകത്തിലെ തീയല്ല, ആ തീയിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന ഒരു ഹാവിയുണ്ട്. അതിൻ്റെ ഒരു ചെറിയ അംശം മശ്രിക്കിൽ സ്പർശിച്ചാൽ മഗ്രിബ് വരെയുള്ള എല്ലാ മരങ്ങളും കരിയുന്നതാണെന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. സമുദ്രത്തിലെ വെള്ളമൊക്കെ വറ്റിപ്പോകുന്നതാണ്, മനുഷ്യന്മാരൊക്കെ മരിച്ച് കരിഞ്ഞ് വെണ്ണീറാകുന്ന, പക്ഷികളൊക്കെ ഉരുകി വീഴുന്നതാണ്. അപ്പോൾ റസൂൽ കണ്ട് പേടിച്ചു. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, നബിയേ, ലൗ അന്ന തൗബൻ, അതിനൊരു കുപ്പായ എടുത്തിട്ട് ആകാശഭൂമികൾക്കിടയിൽ മുഅല്ലഖ കെട്ടി തൂക്കുകയാണെങ്കിൽ ലമാത ജമീഉ അഹ്ലിൽ അർള് മിൻ നത്നിഹാ വഹർരിഹാ, അതിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന ശക്തമായ ചൂടും തീഷ്ണമായ ഉഷ്ണവും ദുർഗന്ധവും ഒക്കെ കാരണത്താൽ മനുഷ്യന്മാരടക്കം എല്ലാവരും മരിച്ചു വീഴുന്നതാണ്. മുഹമ്മദ് മുസ്തഫ ഏത് ഒരു ബനിയനുമെന്നാണ് ഇപ്പോൾ അത് ഭൂമിക്ക് ഇറക്കിയിട്ടില്ല, ഇടയിൽ അയലമ്മ തൂക്കിയതാണ്. അപ്പം റസൂൽ ഇങ്ങനെ വിറച്ചു. ജിബ്രീൽ തുടർന്നു, നബിയെ, നരകത്തെ കാക്കുന്ന 19 മലക്കുകളുണ്ട്, ജബാനിയാക്കളായ മലക്കുകൾ. ഒരു കൃഫ എന്ന് പറഞ്ഞത് ആ ഹൽക്കിൻ്റെ കൽബിലില്ല. മുഹമ്മദ് മുസ്തഫ കൃഫ ഉണ്ടെങ്കിൽ 4 ചവിട്ട് കെട്ടിയാൽ പിന്നെ മതിയടാന്ന് പറയും. നമ്മളങ്ങനെ കള്ളന്മാരൊക്കെ പിടിച്ചിട്ട് പറയലുണ്ടല്ലോ, 2 മുട്ടിട്ടിട്ട് പോയിക്കോട്ടെ പാവാന്ന് പറയും അല്ലേ. എല്ലാവർക്കും ഒരു കൃഫ ഉണ്ടാവും. ഇവർക്ക് കൃഫല്ല. ഇവർ നല്ല ദാഹിച്ച് വല്ലും സമയത്ത് ഒരാളെ കയ്യിൽ തണുത്ത വെള്ളം കിട്ടിയാൽ കുടിക്കാൻ എത്ര ആർത്തി ഉണ്ടാകുക. അങ്ങനെയാണ് മുട്ടാനുള്ള പൂതി എന്നാണ്. ഒന്ന് കൊടുത്താൽ പൂതിയില്ല, പിന്നെയും കൊടുക്കാൻ, പിന്നെയും കൊടുക്കാൻ. അങ്ങനത്തെ ഒരു വിഭാഗത്തിനാണ് ആ പണി അള്ളാഹ് ഏൽപ്പിച്ചത്. അവർക്ക് റഫത്തിൻ്റെ ഒരു അംശമില്ല. മുഹമ്മദ് മുസ്തഫ ആ 19 മലക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലൊരു മാർഗമുണ്ട്. ഞാൻ എന്നോടൊന്ന് പറയണേ, നിങ്ങളോടും കേൾപ്പിക്കട്ടെ. ആ 19 മലക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലൊരു മാർഗമുണ്ട്. എന്നോട് ഉണർത്തുന്നത് നിങ്ങളോടും പറഞ്ഞേറ്റേ. എല്ലാ നല്ല പരിപാടിയിലും ബിസ്മി തുടങ്ങുക. കാരണം ബിസ്മിയിലെ അക്ഷരങ്ങൾ 19 ആണ്. ഈ 19 അക്ഷരങ്ങൾ അള്ള വെച്ചത് ഈ 19 ജബാനിയാക്കളാ മലക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് നല്ല പണിയിലും ബിസ്മി തുടങ്ങിയാൽ അള്ളാഹു ഈ 19 മലക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അള്ളാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തി തട്ടെ. ഏത് നല്ല പരിപാടിക്കും ബിസ്മി തുടങ്ങാം. തിന്നുമ്പോൾ ബിസ്മി. അതിനും സമയമില്ലല്ലോ. നോമ്പറക്കാൻ നേരത്ത് ഇങ്ങനെ കാരൊക്കെ ഒരു കൈക്കലും പായസം മറ്റേ കൈക്കലും എന്നിട്ട് പൊറാട്ടമൊക്കെ ഇങ്ങനെ നോക്കുക. ഞങ്ങളവിടെ ഒരാൾ 10 മിനിറ്റ് മയക്കും മുക്തി ഒരു മുക്കറ്. അപ്പം എല്ലാവരും കൂടിയാണ് തിന്ന്. എന്നിട്ട് എന്നോട് വിളിച്ചിട്ട് മസാല വയ്ക്കുക. 10 മിനിറ്റ് മുമ്പ് കാരൊക്കെ എന്താ മസാല, ഞാൻ അടക്കി നോമ്പ് കള കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ പറയാം മുക്കറി മയക്കം മൂട്ടിട്ടാണ്. മുക്കറി മയക്കം മൂട്ടിയാൽ നോമ്പറക്കണമെന്ന് ഏതെങ്കിലും കിതാബിലുണ്ടോ? സമയാലല്ലേ നോമ്പറക്കാൻ. അതിന് കൈമ വാച്ചില്ല, ഇങ്ങോട്ട് നോക്കിക്കൂടെ? അതിന് ക്ഷമല്ല. പകലൊക്കെ പിടിച്ചിരുന്ന രാത്രി കലാവ് കിട്ടണം. അള്ളഹാനോട് ഉച്ചക്കന്നെ പറയാം, മാരിവായിട്ട് കാണിച്ചു തരാൻ. അള്ളഹാനോട് ഇങ്ങനെ പറയാണ്, ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങളെ കൊണ്ട് എടുത്താൽ മാരിവ് ഏതായാലും ബാങ്ക് കൊടുക്കുമല്ലോ, എന്നെ കാണിച്ചു തരാം. എന്നിട്ട് ഇങ്ങനെ പറ തൊറ അത്തായം മുത്തായം പത്താൻ എടുത്ത് തറാവിയൊക്കെ കയറുമ്പോൾ പെരുമ്പാമ്പ് ഏറെ വിങ്ങേരനായിരിക്കാം.
റുക്കൂക്ക് പോകുമ്പോൾ സുജൂദുക്ക് പോകുമ്പോൾ. ഇപ്പം ഏത് പള്ളി പങ്കെടുത്താലും ഒറ്റ ഒച്ചുള്ളൂ, കേട്ടാണ്. അല്ലെങ്കിൽ വലല്ലാലി വലിയൊരു ദർശ എടുത്തുന്ന പണ്ഡിതനാണ്. ഞാൻ ചോദിച്ചു ഈ സീറ്റ് ഇതൊക്കെ എന്തിനാണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സലാത്തിൻ്റെ സാഹസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അവരെ തദ്രീസിലൊക്കെ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അപ്പോൾ നരകത്തുനിന്ന് രക്ഷപ്പെടാൻ ഞാൻ എല്ലായിടത്തും ഇത് പറയലുണ്ട്, ഒരു രീതിയിലും മറ്റു രീതിയിൽ തീറ്റ ഒന്ന് കുറക്കും കൂടി വേണം. ഏത് കിതാബ് എടുത്ത് നോക്കിയാലും തീറ്റ കുറക്കണമെന്ന് പറയാത്ത ഒരൊറ്റ തസൂഫിൻ്റെ കിതാബ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ആനമാട് വയസ്സും ശുക്രുമദനൊക്കെ ഒരുപാട് കണ്ടവരാണ്. പക്ഷെ ഞാൻ കണ്ട ഒറ്റ കിതാബിലും തീറ്റ കുറക്കണമെന്ന് ഇമാം ഗസാലി പറയാത്ത ഒറ്റ കിതാബ് എൻ്റെ ദുന്യാവിൽ എൻ്റെ കണ്ണോടെ കണ്ടിട്ടില്ല. അല്ല, മുക്കാശഫത്തുൽ ഖുലൂബ് എന്നുള്ള കിതാബ് തുടങ്ങണ തന്നെ തീറ്റ കുറക്കണം എന്ന് അറിയില്ല. എന്തേത് തമാശ അല്ലത്, ഐച്ഛികമായൊരു കാര്യമില്ല, അതൊരു നിർബന്ധ കാര്യം പോലെ തന്നെയാണ്. അല്ലെങ്കിൽ കസ്വത്തുൽ കൽബാണ്ട് ഉണ്ടാവും. അതാണ് നരകത്തിലൊക്കെ പോകണ കസ്വത്തുൽ കൽബിൻ്റെ ആളുകൾ. പിന്നെ ഇബാദത്തിനൊന്നും ടേസ്റ്റ് ഇല്ലല്ലോ. നമ്മളിങ്ങനെ തേങ്ങ കൈ പിടിച്ചിട്ട് ദീന് കിട്ടിയെന്ന് പറയാണല്ലോ. ഒരാൾ ഒരു ഉണങ്ങിയ തേങ്ങ കഴിച്ച് തേങ്ങ കിട്ടിയെന്ന് പറയാണ്. ആ ചകിരി ഒന്നാണ്ട് പൊളിച്ചോക്ക്, വേറെ സാധനം കാണാം. ആ ചിരട്ട പൊട്ടിച്ചോക്ക്, കാമ്പ് കാണാം. കാമ്പിൻ്റെ ഉള്ളിൽ കൈയിട്, വെള്ളം കിട്ടും. ഇനി ആ കാമ്പൊന്ന് ഉണക്കോക്ക്, എന്നിട്ട് പിഴിഞ്ഞാൽ എണ്ണ കിട്ടും. അത് കഴിഞ്ഞാൽ പുണ്ണാ കിട്ടും, കൊപ്പരുണ്ട് വേറെ. ഇതൊന്നും നോക്കിയിട്ടില്ല. ഈ ചകിരി പിടിച്ചിട്ട് തേങ്ങ ഇട്ടീന്ന് പറഞ്ഞിരിക്കുകയാണ്, ദീനിട്ടീന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇബാദത്തിന് തലതുതില്ലാത്തത്. ഒരു രസം എന്ന് പറഞ്ഞാൽ മനുഷ്യനില്ലല്ലോ. തറാവിയൊക്കെ 20 അങ്ങോട്ട് ഒപ്പിച്ചാൽ അതുകൊണ്ട് കഴിഞ്ഞാൽ ദുരിതാശ്വാസ ഫണ്ടെന്ന് വല്ലതും കിട്ടിയ മാതിരിയാ. ഈ അലന്തര കൈഫ ഡബിൾ അടിക്കലല്ലോ. രണ്ടാമത് കുല്ലാദുർ ബിന്നാസ് വന്നാൽ ഉസ്താന് ദീർഘായുസ് കൊടുക്ക റബ്ബേ, ദീർഘായുസ് കൊടുക്ക റബ്ബേ, പെട്ടെന്ന് കഴിച്ചിക്കണം. അങ്ങനെ ആവരുത്. എനിക്കൊരു തലതുത് വേണം. ഇബാദത്തിന് തലതുതില്ലാതെ മരിക്കരുത്. മതം എന്ന് പറഞ്ഞാൽ മധുരാണ്, ഭാരല്ല. മധുരാണ്, ഭാരല്ല. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്യ്യിബു വന്നിസാ വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ നബിയുനാ റസൂലുള്ളാഹി. ഹുബ്ബിബ കള്ളത്വരീകത്തേരെ സ്ഥലമാണ് അതൊക്കെ. ഹുബ്ബിബ ഒരു കള്ളശേഖ പടുത്ത് പെണ്ണുങ്ങളൊക്കെ പിടിച്ചിട്ട് മടിയിലിരുത്തുക. ചോദിച്ചാൽ പറഞ്ഞേ ഇതിന്ന് റസൂലിൽ ഒഴിവല്ലാന്ന്. പെണ്ണുങ്ങളോടുള്ളൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് വരണ്ട്. ഹദീസ് തെളിവല്ലേ? ഹുബ്ബിബ. നെഹുവും പഠിക്കൂല, സർഫും പഠിക്കൂല, ദർസിലും ഓതൂല. എവിടെങ്കിലും പോയിട്ട് മോതിരട്ടിരിക്കും, എന്നിട്ട് ഒരു പരിഭാഷമായി കൊന്നിട്ട് കൊപ്പര താടിയിട്ട് കൊണ്ട് വരും. തന്നെ അഹബബ്തു എന്നല്ല പറഞ്ഞത്, ഹുബ്ബിബ എന്ന മജ്ഹൂലാണ്. ഒന്ന്. രണ്ടാമത്തത് മിന ദുന്യ എന്നല്ല, മിൻ ദുന്യാക്കും, നിങ്ങളെ ദുന്യാവ്. അതിന് മനസ്സിലായ റസൂലുള്ളാഹിക്ക് ബന്ധമില്ല. എന്നിട്ടാണ് അന്നീസാവ് എന്ന് പറഞ്ഞത്. അതിനർത്ഥം വെക്ക് ഭാര്യമാരെന്ന്. ഹംക്കെ ഭാര്യമാരെന്ന് അതിനർത്ഥം, അന്യ പെണ്ണുങ്ങൾ എന്നല്ല. അന്നീസാവ് ഭാര്യമാർ. ഞാൻ അന്യ പെണ്ണുങ്ങളെ അർത്ഥം വെച്ചാൽ പെണ്ണുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടൽ എൻ്റെ ജീവിതത്തിന്റെ ഹരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ല എല്ലാ പെണ്ണിനും കൂടി മടിയിലിരിച്ചെന്നല്ല, അതിന് അറബ് ഭാഷ ഒന്ന് പഠിക്കണ്ടേ? എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, വജുഇലത് ഖുറത്തു ഐനിഹി, എൻ്റെ കൺകുളിർമ ഫിസ്സലാ, നിങ്ങൾ എനിക്ക് സ്വലാത്ത് ചൊല്ലുമ്പോഴാണ്. ഈ വ്യാഖ്യാനം ഇമാം ഖാദിയാൾ അവിടുത്തെ അശിഫ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ല ഫിസ്സലാ, ഞാൻ അങ്ങ് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാലാണ് നബിയുനാ റസൂലുള്ളാഹി. നിസ്കാരത്തെ കണ്ട് കടന്നാലാണ് മുഹമ്മദ് നബിയുടെ സ്വർഗം, ഭൂമിയിലെ സ്വർഗം. എന്നാൽ പിന്നെ എന്തേ എപ്പോഴും നിസ്കരിക്കാഞ്ഞെന്നറിയോ? അത് നമ്മളോടുള്ള റഹ്മത്ത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഫുള്ള് നിസ്കരിച്ചിരുന്നു മുഹമ്മദ് മുസ്തഫ. പക്ഷെ ഇവിടെ യുദ്ധം ചെയ്യണം, ഇവിടെ മാതൃക ഉണ്ടാക്കണം, ഇവിടെ ഭരണം നടത്തണം, ഇവിടെ ഉമ്മത്തിന് വേണ്ടി പ്രസംഗിക്കണം, ദ്വാരക്കണം. അതിനെപ്പോഴും നിസ്കരിക്കാൻ പറ്റൂല. നിസ്കാരം മധുരായിട്ട് അതിനെ ഒയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ ക്ഷമ ഉണ്ടാവണം. അതുകൊണ്ടല്ലേ പണ്ടൊരു സൂഫി പറഞ്ഞേ, മിറാജിന് റസൂലുള്ള ആയതുകൊണ്ട് പുറത്തു വന്ന് ഞാനാണെങ്കിൽ അവിടെ തന്നെ കൂടിയിരുന്നത്. അതിൻ്റെ സൗന്ദര്യം മനസ്സിലാതെ ഒരാൾ തസൂഫിനെതിരെ പ്രസംഗിക്കണം. ഇപ്പോൾ അയാൾക്ക് ആ പറഞ്ഞതിൻ്റെ സൗന്ദര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നമ്മൾ ചില സ്റ്റേജിലൊക്കെ പങ്കെടുക്കണം, നല്ലൊരു പ്രഭാഷകനാണ്, മൂപ്പർ ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ തസൂഫിനെതിരെ പ്രസംഗിക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ കാമ്പൊന്നും മനസ്സിലാണ്ട്. അത് റസൂലുള്ളാഹിനെ പൊക്കിയതാണ്. റസൂലുള്ള ആയതുകൊണ്ട് വന്ന് ഞാനാണെങ്കിൽ വരൂല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സ്ഥാനത്താണ് മുഹമ്മദ് മുസ്തഫ എന്ന്. അതാണ് പറഞ്ഞത്. അല്ലാതെ മൂപ്പര് മിറാജിന് വെച്ച് അവിടെ കൂടുന്നല്ല അതിൻ്റെ അർത്ഥം. ഇതൊന്നും മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് ചിന്തിക്കണേ, മുഹമ്മദ് നബിയുടെ മക്കാമെന്ന് വേറെയാണ്. നമുക്ക് വേണ്ടി ഭൂമിക്ക് ഇറങ്ങി വന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിന്റെ പൊസിഷൻ കാബ കൗസൈനിയാണ്. ഇങ്ങോട്ട് വന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്.
അതുകൊണ്ട് ആ റസൂലുള്ളാഹിനെ നെഞ്ചിലേറ്റാതെ സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞു. എന്ത് ഹദീസ് ഓതിയിട്ടും കാര്യമില്ല, ഖുർആൻ ക്ലാസ്സിലാക്കിയിട്ടും കാര്യമില്ല. മുത്തുനബിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മധുരം ഇല്ലെങ്കിലുണ്ടല്ലോ സ്വർഗം അന്യമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു, കാരണം ചാവി ഈ മഹാന്റെ കയ്യിലാണ്, താക്കോൽ സൂക്ഷിപ്പുകാരൻ മുഹമ്മദ് മുസ്തഫയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് ജിബ്രീൽ പറയുകയാ, യാ റസൂലല്ലാഹ്, ഇതൊക്കെയാണ് നരകത്തിന്റെ അവസ്ഥ. എന്നിട്ട് ജിബ്രീൽ അങ്ങ് പറഞ്ഞു, നരകത്തിന് 7 കവാടങ്ങളാണ് നബിയേ. 7 കവാടങ്ങൾ, 7 തട്ട് നരകത്തിന്. നോക്കി നിങ്ങൾ, അതിൻ്റെ അടിയിൽ പോണ ആരാര്യങ്ങൾ ബാങ്ക് കൊടുത്ത വേഗം പള്ളിയിൽ വന്നിട്ട് 1-ാം സഫിൽ നിസ്കരിച്ചിരുന്ന വലിയ തലകെട്ടിയ മനുഷ്യന്, അതിൻ്റെ മേലെ അബൂജാഹിലും ഫിറൗനൊക്കെ വരുള്ളൂ. അതല്ലേ വലിയ രസം? അതാണ് വലിയ രസം. നരകത്തിൻ്റെ ഏറ്റവും അടിയിലുള്ളത് പെരും കെട്ടിട്ടിന്നൊരു മനുഷ്യണ്ടായിരുന്നു മദീനത്ത്. ബാങ്ക് കൊടുത്ത ആദ്യം സഫിലെത്തൽ ഇയാളാണ്. ഇമാമ നിസ്കരിക്കാൻ വരുമ്പോൾ ഇയാൾ പറയും, ഇമാമ വരണുണ്ട്, എല്ലാവരും സ്റ്റഡി ആയിട്ടെന്നോളിന്ന്. ആ മനുഷ്യനാണ് നരകത്തിൻ്റെ അടിയിൽ. മറ്റേതൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരിമാർ മേലെ വരുള്ളൂ. ബനാടി എന്താ പ്രശ്നം എന്ന് അറിയങ്ങൾ? അയാൾ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ റസൂലുള്ളാഹിനോടൊരു മതിപ്പ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ കൽബിലില്ല. അയാളെ മോണ്ട് റസൂലുള്ളാഹിൻ്റെ വലങ്കയ്യായിരുന്നു. ഒരിക്കലും ഈ മോൻ ഇങ്ങനെ കേട്ടു വാപ്പാൻ്റെ തല മുത്തനബി ആവശ്യപ്പെട്ടിക്കണമെന്ന്. ആവശ്യപ്പെട്ടിട്ടില്ല, ചുണ്ടങ്ങാക്കുന്ന രീതിയിൽ പ്രചരണം നടന്നതാണ്. അപ്പോൾ ഇയാളിത് കേട്ടപ്പോൾ വേറെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് കൂടി വന്നു, മുത്തനബിയെ നിങ്ങൾ വാപ്പാൻ്റെ തല ചോദിച്ചിനോ? എന്താണ് ആ ധൈര്യം? ഇതാക്ക അബി ഉമ്മി യാ റസൂലല്ലാഹ്. അപ്പോൾ അള്ളാഹു റസൂൽ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി തിരിച്ചു ചോദിച്ചു, ഞാൻ ആവശ്യപ്പെട്ടാൽ ഇജിപ്പോൾ എന്തിനാ വന്നത്? അതേ അതിങ്ങോട്ട് പറയും. ഞാൻ ആവശ്യപ്പെട്ടെന്ന് കരുതുക, നീ തിരുത്താൻ വന്നതാണോ, ഇനി ആവശ്യപ്പെടരുതെന്ന് പറയാൻ വേണ്ടി വന്നതാണോ? അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കണം എന്ന് പറയാൻ വേണ്ടി വന്നതാണോ? നിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണ് അത് പറയുന്നത്? അപ്പോൾ കണ്ണിൽ വെള്ളം നിറച്ചിട്ട് പറഞ്ഞു, തങ്ങളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ പിൻവലിക്കാൻ ഞാൻ പറയില്ലല്ലോ. പിന്നെ ഞാൻ വന്നത് എന്താ വെച്ചാൽ ബാപ്പാൻ്റെ തലങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും മഗ്‌രിബിൻ്റെ മുമ്പ് തലപെടുത്തു, അത് ഉറപ്പാണ്. അത് കൊണ്ടല്ലോ ഉമറാണ് കാരം. അപ്പോൾ ഉമറിനെ കണ്ട എനിക്കൊരു വിഷമം ഉണ്ടാവും, ബാപ്പൻ്റെ തലെടുത്ത ആളെന്നുള്ളൊരു വിഷമം അറിയാതെ ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ പറഞ്ഞെന്ന് ഉറപ്പാണെങ്കിൽ മഗ്‌രിബൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ എത്തിച്ചേരാറ്. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. നമുക്ക് പ്രസംഗത്തിലെ മേറ്റർ അവർക്ക് മജ്ജയിലും മാംസത്തിലും ലയിച്ചതാണത്. അവർക്ക് അങ്ങനെയായിരുന്നു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ റസൂൽ പറഞ്ഞു, ഞാനേ ബാപ്പാൻ്റെ തലെടുക്കാൻ മോനോട് പറയാൻ വേണ്ടി വന്ന ആളല്ല, ഞാൻ ലോകത്തിൻ്റെ റഹ്മത്താണ് മുഹമ്മദ് മുസ്തഫ. പക്ഷേ ഒരിക്കൽ ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ തലെടുക്കാൻ സമ്മതം തരണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വായിൽ വെള്ളം ഇട്ടിട്ട് കുപ്പിളിച്ചിട്ട് തരണം എന്ന് പറഞ്ഞു. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് പൊരയിൽ ഉറക്കം കിട്ടണില്ല. എപ്പോൾ നോക്കിയാലും നിസ്കരിച്ചാണ്ട് വന്ന നിങ്ങളെ തെറിയ പറലാണ് പണി, നിങ്ങൾക്ക് ക്ഷമിക്കാൻ ഞാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ വായിൽ വെള്ളം കുപ്പിളിച്ചിട്ടൊന്ന് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ ചോദിച്ചാൽ എന്തിനാ വെച്ച്, അത് കുടിച്ചാൽ തീരാ മാത്രമുള്ള മുമ്പ് സോക്കേട് പറഞ്ഞു. അതുപോലെ വിശ്വാസമാണ്. നിങ്ങൾ വായിൽ വെള്ളം പിടിച്ചിട്ട് അതൊന്ന് വാപ്പാൻ്റെ വാറ്റിലെത്തിയ സംഗതി റെഡിയാവും, മുപ്പത് സോക്കേട് അയിമ തീരും. അതുകൊണ്ടൊന്ന് വേഗം കുറച്ച് വെള്ളം തരുന്നതാണ്. അപ്പോൾ റസൂൽ കുറച്ച് വെള്ളം പിടിച്ച് കുപ്പിളിച്ചിട്ട് പാത്രത്തിൽ കൊടുത്ത് ഈ സഹാബി അബ്ദുല്ലാഹി ബിൻ സലൂലിൻ്റെ മോനെ ആർത്തിയോടെ ഓടുകയാണ്. കാരണം വാപ്പ സ്വർഗത്തേക്കാവാണ്, വാപ്പ ശരിയാൻ പോവാണ്. ഓടി. അപ്പോൾ ഇയാളിങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പേ ഇതെന്നാണ് ബിസ്മില്ലി കുടിച്ചാളിന്ന് പറയും, ഇതാണ് കുടിച്ചാളി. വാപ്പ പാത്രം വാങ്ങി, ഇതെന്താടാ? ഇത് റസൂലുള്ളാഹിൻ്റെ വായിലിട്ടിട്ട് കുപ്പിളിച്ച ഉമിനീര് തട്ടിയ വെള്ളമാണെന്ന് പറഞ്ഞു. ഈ പാത്രം ഏറ്റേറെ കാക്ക, ഇതിനേക്കാളും നല്ല എൻ്റെ ഉമ്മാൻ്റെ മൂത്രം കൊണ്ടുവരാറ്. മനസ്സിലായ? അടിപോള്ള കാരണം. അടിപോള്ള കാരണം ഇപ്പോൾ പിടുത്തം കിട്ടിയില്ലേ? ഇല്ലെപ്പോഴും പിടുത്തം കിട്ടില്ലേ? ഇതാണ് അടിപോള്ള കാരണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുത്തനബിൻ്റെ മഹബത്തിലേക്ക് നമ്മളെ ചേർത്തി തെറ്റേ. റസൂലുള്ളാഹിനെ കൊണ്ട് ആര് കളിച്ചാലും അത് കളിയാണ്, അത് കളിയാണ്. ഇനി ഇല്ലാത്ത ഉണ്ടാക്കി പറഞ്ഞ് കളിച്ചാലും ഓൽക്കും പ്രശ്നമാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് റസൂലുള്ളാഹിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഇതാപ്പ നബി ഇങ്ങനെ തോന്നൂല ആൾക്കാർക്ക്. ഉള്ളത് പറഞ്ഞാൽ പോരെ. അപ്പോൾ നബിയെ തട്ടിയിട്ട് ആരെങ്കിലും ഇല്ലാത്തത് പറഞ്ഞാലും ഉള്ളത് കുറച്ചാലും ഓൾക്കൊക്കെ നരകാണ്. ആ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒന്ന് ആമീൻ പറയാം, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ, ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. സുബ്ഹാനല്ലാഹ്. ഒന്നാമത്തെ തട്ടിൽ നബിയേ.
ഹാവിയ എന്നൊരു തട്ടുണ്ട്, ജഹീം എന്നൊരു തട്ടുണ്ട്, ലള എന്നൊരു തട്ടുണ്ട്, സഈർ എന്നൊരു തട്ടുണ്ട്, ഹുതമ എന്നൊരു തട്ടുണ്ട്. അതിൽ അടിയിൽ മുനാഫിഖീങ്ങളാണ്, പിന്നെ മായിദയിലെ അസ്ഹാബാണ്, ആലി ഫിർഔനിലെ കുഫാറാണ്, പിന്നീട് മുശ്രിക്കീങ്ങളാ, പിന്നെ ജൂതന്മാര് പോയി, പിന്നെ നസ്രാണികൾ പോയി. ഇങ്ങനെ 6 തട്ടിലൂടെയും കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കാരങ്കൂസുകളായ, ചവറുകളായ, തമ്മാടികളായ, അവിശ്വാസികളായ മനുഷ്യവിഭാഗത്തിന്റെ, നിർഗുണ വിഭാഗത്തിന്റെ പട്ടിക റസൂലുള്ളാഹിന്റെ മുമ്പിൽ ജിബ്രീൽ അങ്ങ് വിവരിച്ചപ്പോ അതാ 7ാമത്തെ കവാടത്തിലൂടെ ആരാണ് നരകത്തിലേക്ക് പോകുന്നതെന്ന് പറയാതെ അംസക ജിബ്രീൽ ഹയാ മിൻ റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിനോട് പറഞ്ഞാലുള്ള നാണം കൊണ്ട് പറയാതെ ജിബ്രീൽ അങ്ങ് പിടിച്ചു നിൽക്കുകയാ. എന്തേ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്തിൽ ഒരു കൽപ്പനയില്ല, ഈ ആയത്തിൽ ഒരു നഹിയില്ല, ഈ ആയത്തൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയിലെ പ്രമേയം മുഹമ്മദീയ പ്രണയമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് ഒറ്റ പ്രസ്താവനയാണ്. ഹരീസായ റഊഫായ റഹീമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നേതാവിനോട് അനുയായികളെ കുറിച്ച് പറഞ്ഞാൽ ജിബ്രീൽ തന്നെ അറിയല്ലോ അനുയായികളോടുള്ള സ്നേഹം എത്രയാണെന്ന്. എന്താവും എന്ന പേടിയും പറയാനുള്ള നാണം കൊണ്ട് ജിബ്രീൽ ഒന്നും കൊണ്ട് ഒഴിഞ്ഞു കളഞ്ഞു. അപ്പോൾ റസൂൽ ചോദിച്ചു, ജിബ്രീലേ, ആ 7ാമത്തെ വാതിൽ കൂടി ആരാ നിങ്ങൾ പറഞ്ഞല്ലോ? നോക്കാണ് നിങ്ങൾ. അല്ല, 7ാമത്തെ വാതിലൂടെ ആരാ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പം ജിബ്രീൽ പറഞ്ഞു, ഫീഹി അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തിക്കല്ലദീന മാതു വലം യതൂബു യാ റസൂലല്ലാഹ്. ഇതൊക്കെ പിരിയണ ഈ പകലിൽ നരകവും റസൂലും മോചനത്തിനുള്ള വാതിലൊക്കെ കൂടി കേട്ടിട്ട് പോകുമ്പോൾ വലിയൊരു പ്രതീക്ഷയാണ്. അല്ലാഹു തആല കബൂലാക്കി തരട്ടെ. നോമ്പ് നോറ്റ ഉണങ്ങിയ തൊണ്ട, എരിപൊരി കൊള്ളുന്ന ആമാശയം, നട്ടുച്ചയോട് ചാരിക്കണ സമയം, ഇൽമിൻ്റെ സദസ്സ്, അള്ളാഹു കബൂലാക്കി തരട്ടെ. ഇതൊക്കെ തന്നെ നമ്മളെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം. ഇതൊക്കെ തന്നെയാണ് രക്ഷപ്പെടാനുള്ള മാർഗം. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. അപ്പോൾ 7ാമത്തെ കവാടത്തിലൂടെ നിങ്ങളെ ഉമ്മത്തപ്പെട്ട അഹ്ലുൽ കബായിർ, കിബിലക്ക് നേരെ തുപ്പണ ആളല്ല, ബലത്തേക്ക് തുപ്പണ ആളല്ല, കിബിലക്ക് നേരെ ഇരുന്നിട്ട് മൂത്രയിക്കുന്ന ആളും അഹ്ലുൽ കബായിർ അല്ല. അല്ല, ദുഹറിൻ്റെ ശേഷം സുന്നത്ത് സ്കെച്ചില്ലെങ്കിൽ അഹ്ലുൽ കബായിർ പെടൂല. ഒക്കെ ചെയ്യണം കേട്ടോ, മറ്റേ ചെയ്യും ചെയ്യരുതേ. അഹ്ലുൽ കബായിർ ആരാ? കുടിയന്മാർ, മോന്ത. ഈ നോമ്പിനൊരു കള്ളുഷാപ്പിൽ എൻ്റെയൊക്കെ വേളയിടക്ക് കേൾക്കാനുള്ള ഞാൻ പലപ്പോഴും കണ്ടു പരിചയമുള്ള ചെറുപ്പക്കാരൻ ഇങ്ങനെ ക്യൂവിൽ നിൽക്കണുണ്ട്. ഞാൻ നോമ്പിന് വിളിച്ച് ചൂടാപ്പിനോട് പറഞ്ഞ ഉസ്താദെ ടെൻഷനാണ്ട, നോമ്പ് പറഞ്ഞതിന് ശേഷം കുടിക്കാനാണ് എന്നറിഞ്ഞു. പകൽ കുടിക്കൂല എന്നറിഞ്ഞു. നോമ്പ് പറഞ്ഞതിന് ശേഷം കുടിക്കൽ ജായിസാണ്. ഇതൊക്കെ ഇപ്പോൾ ഹറാമാണ്, ഗൗരവമാണ്, അഹ്ലുൽ കബായിൽ പെടുന്നതെന്നും പറഞ്ഞ ആളുകൾ സമ്മതിക്കണില്ല. ഇപ്പം 26 കഴിഞ്ഞാൽ ചാടി പോകാൻ മലപ്പുറം ജില്ലയിൽ എത്ര പെൺകുട്ടികൾ കാത്തുകൊണ്ട് കാര്യങ്ങൾ? 26 കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട്. അന്ന് ചെല്ലിപ്പറാളൊക്കെ ചെല്ലിപ്പറഞ്ഞ ആ കാലത്തപ്പം നിന്നിട്ട് മുങ്ങാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതും ചെയ്യും അതും ചെയ്യും. അതാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മുസീബത്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പ് നല്ലവരൊക്കെ നല്ലവരും ചീത്തവരൊക്കെ ചീത്തവരാണ്. ഇപ്പം രണ്ടും ഇപ്പോൾ ഒരു കൂട്ടരാണ്. രണ്ടും ഒരു കൂട്ടരാണ്. അതും ചെയ്യും ഇതും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു സലാമത്താക്കി തട്ടെ. പൈസ എത്രയെന്ന് നോക്കണ്ട, കയ്യിൽ എത്ര കിട്ടിയാണ്ട് കൊടുത്താളി. ഇത്രയെന്നുള്ള കണക്കൊന്നും വേണ്ട. ചെറുശ്ശേരി സ്ഥായി സ്റ്റേജിൽ നിന്ന് 1000 ഉറുപ്പിക കൊടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? 1000 ഉറുപ്പിക കൊടുക്കലുണ്ട്. നമ്മളിത് ഇങ്ങനെ തരികയാണ്. ഇറച്ചിക്കാരനെ നോക്കിയാൽ 10 ഉറുപ്പിക ഉണങ്ങിയത് എവിടെ കിടക്കുന്നത്. അതുപോലെയാണ് ഇപ്പോൾ സ്വർഗം കിട്ടുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതെ, എല്ലാവർക്കും ഓരോ കവറ് തരുന്നുണ്ട്. നാളെ വരുമ്പോൾ കവറ് രക്ഷപ്പെടാനുള്ള ഒരു സംഖ്യയിൽ വെച്ചുകൊണ്ട് എല്ലാവരും വരണം. അള്ളാഹു തആല കവറുകൊണ്ട് കവർ രക്ഷപ്പെടുന്ന വിഭാഗത്തെ നമ്മൾ പെടുത്തട്ടെ. നിങ്ങളെല്ലാവരും കൊടുക്കും. ചുരുങ്ങിയതിന് 500 ഉറുപ്പികയും കൂടെ എല്ലാവരും കൊടുക്കും ബക്കറ്റിൽ കേട്ടോ. ഞാൻ അതില്ലെങ്കിൽ 100 കൊടുക്കാൻ മറക്കണ്ട. 100 ഉണ്ടെങ്കിൽ വെച്ചിട്ട് കൊടുക്കാക്കണ്ട, അതെങ്കിലും കൊടുത്താളി. 50 താവണ പ്രത്യേകം ശ്രദ്ധിക്കണം. 100 ഉണ്ടായിട്ട്, പക്ഷെ 50 ഉള്ളെങ്കിൽ അത് കൊടുത്തു കണ്ട് അങ്ങനെയെങ്കിലും പങ്കെടുക്കുക ഇൻഷാ അല്ലാഹ്. 500 100 ഉണ്ടായിട്ട് ഉണങ്ങി 5 എടുക്കാൻ പോകല്ലേ. കാരണം നരകത്തിന് രക്ഷപ്പെടുന്ന വർത്താനാണ് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നരകമൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. ഈ കടാമ്പോ ഒരു ആചാര്യരുണ്ട്. അയാൾ
UAE ജോലി ചെയ്യണ സമയത്ത് ഞാനും അവിടെ ഉണ്ട് ഒരു പള്ളിയിൽ. അപ്പോൾ അയാൾ ഒരു ദിവസം എന്നോടൊന്ന് പറഞ്ഞു, എനിക്ക് ഞാൻ ഈ കൂപ്പൺ ഇട്ടിട്ട് പ്രൈസ് അടിച്ചിക്കണ്, TV പ്രൈസ് അടിച്ചിക്കണ് പറഞ്ഞു. ഞാനത് കേട്ട് ആര് വിട്ടും ചെയ്ത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ കുറച്ച് പ്രായമുള്ള ആളാണ്. ഇയാളങ്ങനെ തളവള പാൻറ്റൊക്കെ ഇട്ടിട്ട് നടക്കല, മുടിയൊന്നും വാരില്ല. ഒരു ദിവസം ഉണ്ട് നല്ലൊരു പാൻറ്റൊക്കെ ഇട്ടിട്ട് ഇൻസൈഡ് ചെയ്ത് ടൈയൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ വാർന്നിട്ട് എൻ്റെ വാതിൽ വന്നിട്ട് മുട്ടണം. ഞാൻ തുറന്നു നോക്കുമ്പോൾ ആളെന്നെ തിരിച്ചറിഞ്ഞില്ല എനിക്ക്. എന്തേ ആചാരിക്കോളച്ചിൽ അല്ല ഉസ്താദ് ഭയങ്കര ബർക്കത്ത് അല്ല തരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മിഞ്ഞാന്നൊരു TV പ്രൈസ് അടിച്ചല്ലോ, ആ കടയിൽ നിന്നൊരു കാറും പ്രൈസ് അടിച്ചിരിക്കണായിരുന്നു. കാറ് തന്നെ. എന്നിട്ട് ഞാൻ കാറ് വാങ്ങാൻ വേണ്ടി പോകണം, അപ്പം നിങ്ങളൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു നിങ്ങൾ വാങ്ങിക്കൊണ്ടിരി നമുക്ക്, കാരണം ഞാൻ ഉറങ്ങി നീച്ചതാണ്, നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിയെന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ കാർ നിങ്ങൾക്ക് ഡ്രൈവിങ് അറിയാം, അതാ ഡ്രൈവറെ നിൽക്കണ കാറ്, ഡ്രൈവറുണ്ട് അപ്പുറത്ത്. രണ്ടാളും കൂടി പോയത് ഭയങ്കര പോക്കാം. കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇയാളിങ്ങനെ വരണി കാലി അടിച്ചുകൊണ്ട് റൂമിൽ കയറി ഗ്ലാസ് വെള്ളം തരുന്നല്ല, അതിന്ന് കുടിച്ച് എവിടെ കാറെന്ന് വെച്ചാൽ അപ്പോൾ പോക്കറ്റിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കാർ എടുത്ത് കാണിച്ചായിരുന്നു. സംഗതി കടക്കാർ പറഞ്ഞു കൊടുത്ത അബദ്ധമൊന്നുമില്ല, കാറ് പ്രൈസ് അടിച്ചിരിക്കണം, സാധനം പ്ലാസ്റ്റിക്കായി മാറി നോക്കും എന്ന് പറഞ്ഞാൽ നമ്മളിത് കുറേ നോമ്പ് നിൽക്കാറൊക്കെ ആയിട്ടാണ് പോകും. അല്ലെടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സ്വർഗം കയ്യിലും തരും, കാരണം അതിനേ ഇതുണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ഉണങ്ങി 5 മണിക്ക് എല്ലാവരും ഒന്ന് രക്ഷപ്പെടി. നല്ല നോട്ട്. ഇപ്പോൾ ആ 2000 കാണാൻ രസമുണ്ട്, കുറച്ച് കഷ്ടപ്പെട്ടാലും. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് സ്വർഗത്തിൻ്റെ ടോക്കൺ കയ്യിലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതുകൊണ്ട് പറഞ്ഞിട്ട് 7ാമത്തെ കവാടത്ത് കൂടി അഹ്ലുൽ കബാർ, നിങ്ങളെ ഉമ്മത്തുപ്പെട്ട അഹ്ലുൽ കബായിറാന്നാണ് പറഞ്ഞു. പക്ഷെ കാരണം എന്താ അറിയോ? വലം യതൂബൂ യാ റസൂലല്ലാഹ്, തൗബ ചെയ്യാതെ മരിച്ചുപോയ കള്ളുകുടിയന്മാരാ, തൗബ ചെയ്യാതെ മരിച്ചുപോയ വ്യഭിചാരികളാ, തൗബ ചെയ്യാതെ മരിച്ചുപോയ കൊലയാളികളാ, അവർക്കാണ് നരകത്തിലെ 7ാമത്തെ കവാടമെന്ന് പറഞ്ഞപ്പോ അള്ളാനെ കണ്ടിട്ട് റസൂലുള്ള ബോധം കെട്ടിട്ടില്ല. ത്വായിഫിന്റെ മരുഭൂമിയിൽ കല്ലേറ് കൊണ്ടിട്ട് ബോധം കെട്ടിട്ടില്ല. ഉഹുദിന്റെ രണാങ്കണത്തിൽ അവിടുത്തെ പല്ല് ഷഹീദായിട്ട് ഊന് തുറിച്ചിട്ട് രക്തം പമ്പ് ചെയ്തിട്ട് ബോധം കെട്ടിട്ടില്ല. അള്ളാന്റെ റസൂല് ബോധം കെട്ടത് ഈ ഉമ്മത്തിലെ ചവറുകളായ കാരങ്കൂസുകൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് കേട്ടപ്പോഴാ. ഫഖറൻ നബിയു മഗ്ശിയൻ അലൈഹി നബിയുനാ റസൂലുള്ളാഹി. സലാത്ത് ചെല്ലണോ വേണ്ടേ? മദീനത്തേക്ക് പോകണോ വേണ്ടേ? ഈ പേര് വെക്കുമ്പോൾ കണ്ണിൽ വെള്ളം നിറയണോ വേണ്ടേ? ഈ പേരിന്റെ മുമ്പിൽ അഭിമാനം വേണോ വേണ്ടേ? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അത് വെറുതെ പറഞ്ഞതല്ല. ഇതാരാ? ഇത് ഭാര്യമാരോ സ്വഹാബാക്കളോ ഔലിയാക്കളോ സ്വായിമീങ്ങളോ സ്വാലിഹീങ്ങളോ അല്ല, ഇത് കള്ളുകുടിയന്മാർ. ഏത് നേതാവ് അപ്പ ചിന്തിക്കൽ എന്താരോ? പറഞ്ഞിട്ടേക്കല്ലേ പോയടാ നമുക്കളെ പോ. ഏത് നേതാവും ചിന്തിക്കൽ അങ്ങനെയാണ്. പറഞ്ഞിട്ടേക്കല്ലേ പോയോ, ഞങ്ങൾക്ക് അധ്വാനിച്ച് നിങ്ങൾക്കറിയോ, എൻ്റെ കാൽമ നേരിട്ട് നിങ്ങൾക്കറിയോ, ഏറണോ നിങ്ങൾക്കറിയോ, പഠിപ്പിച്ചില്ലേ, പ്രസംഗം ഉണ്ടായിരുന്നില്ലേ, പോന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ഈ നേതാവ് ബോധം കെട്ട് വീണുപോയി. മുഹമ്മദ് മുസ്തഫ. ജിബിരിയിലും കുടുങ്ങി. ജിബിരിയിൽ നിങ്ങൾ കണ്ണിൽ ഇങ്ങനെ മനസ്സിലൊന്ന് കണ്ടോക്കാണി. ബോധം കെട്ട് കിടക്കുന്ന റസൂലുള്ളാഹിന്റെ മുമ്പിൽ ജിബിരിയിൽ ഇങ്ങനെ നോക്കിക്ക. വേണ്ടിണ്ടായിരുന്നില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം തന്നെ വേണ്ടിണ്ടായിരുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് ജിബിരിയിൽ ഇങ്ങനെ നോക്കിക്ക. താഴത്ത് ബോധം കെട്ട് കിടക്കുക മുഹമ്മദ് മുസ്തഫ. എന്തിന്റെ പേരിൽ? ഈ ഉമ്മത്തിലെ ചവറുകൾ തൗബ ചെയ്യാത്തതിന്റെ പേരിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് കേട്ടപ്പോൾ ഷോക്കടിച്ചതുപോലെ വീണുപോയി മുഹമ്മദുർ റസൂലുള്ളാഹ്. കുറേ നേരം കഴിഞ്ഞു, ബോധം തെളിഞ്ഞു. അപ്പൊ ജിബിരിയിൽ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, അളുമത്ത് മുസീബത്തി വസ്തദ്ദ ഹുസ്നി അവ യദ്ഖുലു അഹദും മിൻ ഉമ്മത്തി അന്നാർ. ജിബിരിയിലെ എന്താണ് ഞാനീ കേൾക്കുന്നത്? അപ്പം ചില മഹാന്മാർ ഇത് അടിസ്ഥാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം വരെ റസൂലുള്ളാഹിൻ്റെ ആശ്വാസം എന്താ അറിയോ? ഉമ്മത്തിൽപ്പെട്ട ആരും നരകത്ത് പോകില്ല എന്നാണ്. അള്ളാഹിൻ്റെ ഇതിന് പ്രകാരം ജിബിരിയിൽ തിരുത്തുകയാണ്. കുറച്ചാൾക്കാർ പോകുന്നു. അപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബോധം കെട്ടു വീണോന്ന്. എന്നിട്ട് പറഞ്ഞു, അളുമത്ത് മുസീബത്തീ, എൻ്റെ മുസീബത്ത് ഇരച്ച് കയറാണല്ലോ ജിബിരിയിലെ. വസ്തദ്ദ ഹുസ്നി, ടെൻഷന് ശക്തിയായല്ലോ. ഒരു ചോദ്യം കൊണ്ട് ചോദിച്ചു, ജിബിരിയിലെ എന്താപ്പം ഞാനീ കേട്ടത്? അവ യദ്ഖുലു അഹദും മിൻ ഉമ്മത്തി അന്നാർ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്ത് പോകുന്നാണ് ഈ കേട്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫബക്കാ റസൂലുള്ളാഹി.
റസൂലുള്ള അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. പിന്നെ നേരെ പൊരീക്കൊരു പോക്കാം. പൊരീക്ക അങ്ങോട്ട് പോയിട്ട് നിയന്ത്രണം വിട്ടുകൊണ്ട് കരയുന്നു മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ വരും, ജമാഅത്തിന് പങ്കെടുക്കും. സിദ്ദീഖുൽ അക്ബർ വന്നിട്ട് അസ്സലാം അലൈക്കും തന്നെ, വാലൈക്കും അസ്സലാം, താനീ കലാം മാഫി. രണ്ടാമത്തെ ഒരു വർത്താനല്ല. ആരോട്? അബൂബക്കർ സിദ്ദീഖ് അള്ളാനോട്. ആരാണത്? തീരെ മറക്കാത്ത ആള്, നേരില്ലാത്ത മുത്തനബിൻ്റെ നേലാണ് സിദ്ദീഖുൽ അക്ബർ അല്ലല്ലോ. ഒരാളെ സാഹിബെന്ന് ഖുർആനിൽ കൊടുത്തിട്ടുള്ളൂ, അത് സിദ്ദീഖുൽ അക്ബറിനെയാണ്. മോളെ കല്യാണത്തിന് അന്വേഷിച്ചപ്പോൾ സിദ്ദീഖിൻ്റെ വേറെ ഞങ്ങൾ രണ്ടാളും ഒന്നല്ലേ, അപ്പം എൻ്റെ മോളെ കെട്ടാൻ പറ്റുമെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വേറെ അന്വേഷണം ഉണ്ടെന്ന് അതിനൊന്നും കൊണ്ട് പറഞ്ഞു കിട്ടും വേണം. ഈ സ്നേഹാധിക്യം കൊണ്ട് സിദ്ദീഖ് ചിന്തിച്ചുപോയി, എൻ്റെ മോളെ റസൂലാക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല, അങ്ങനെ ഒരു ബന്ധമല്ലേ ഞങ്ങൾ എന്ന് വരെ ചിന്തിക്കുമാർ അവർ അത്ര ബന്ധമാണ് സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖുൽ അക്ബർ എന്നിട്ട് സലാം പറഞ്ഞാലേ സലാം മടക്കിയിട്ട് കാമ പറയില്ല മുഹമ്മദ് മുസ്തഫ. എന്തേ ഭാര്യ മരിച്ചിരിക്കണ ഭർത്താവ് നമ്മളെ പാർട്ടിക്കാരനാണെങ്കിലും നമ്മളേറ്റ് ചിരിക്കുന്ന ആളാണെങ്കിലും അന്ന് മയ്യത്തിന് മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് സലാം പറഞ്ഞു നോക്കാണ്, വാലൈക്കും സലാം. സ്വന്തനല്ലേ? ഉണ്ടോ? നോമ്പറക്കാൻ വിളിച്ചു നോക്കാണെ അപ്പത്തിന് ഞങ്ങളാണ്ട് പറപ്പിക്കും. അതാണ്ടാല് ഇതാണ്ട് ഓവറായുണ്ടല്ലോ, പുടുത്തം വിടും. നമുക്ക് സംഗതി ദീനാണ്ട് കൽബ് കയറായിട്ടാണ് ഈ പടക്കലൊക്കെ. കൽബിൻ്റെ ഉള്ളിൽ കയറിയാൽ ശരിക്കും പണി തുടങ്ങും. അങ്ങനെയാണ്. നമ്മളിതിങ്ങനെ കേട്ട് പോവാണ്. കവാടം, നരകം, മഹ്ശർ, മരണം, ഖബർ. ഇങ്ങോട്ട് ഇറങ്ങണില്ല. ഞങ്ങളെ നാട്ടിൽ പണ്ടൊരാളെ ഒരു മാർക്കറ്റിൽ വന്നിട്ട് ഒരു കടയിൽ വന്നിട്ട് പറഞ്ഞു, രണ്ടിലാം പഞ്ചസാര വെക്ക്. കടക്കാരങ്ങനെ തൂക്കിക്കുമ്പോൾ അയാളെ കൈ പറക്കണ്ട്. കാരണം ഇയാളെ മോന് സൗദിയിൽ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് മുമ്പ് ഇയാളൊരു അറിവാണുള്ളത്. നമ്മളെ നാട്ടിലൊരു കുട്ടി സൗദിയിൽ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നുള്ള ഒരു അറിവാണ് ഇയാളെടുത്തുള്ളത്. മോനാന്നറിയില്ല. അതുകൊണ്ടാണ് ഈ പഞ്ചസാര വാങ്ങാൻ വേണ്ടി വന്നിരിക്കണത്. അപ്പോൾ ഇയാളെങ്ങനെ പഞ്ചസാര തൂക്കി കൊടുത്തപ്പോൾ കടക്കാരൻ ചോദിച്ചു, അപ്പോൾ ആചാര്യങ്ങൾ അറിഞ്ഞില്ലേ മരിച്ചത്? നമ്മളെ നാട്ടിൽ കുട്ടി സൗദിയിൽ മരിച്ചതല്ലേ, അതിനിപ്പോൾ എനിക്ക് പഞ്ചസാര വാങ്ങണ്ടേ? തൂക്ക്. അത് തൂക്കി കൊടുത്തു. 2 കിലോ തക്കാളി. അപ്പോഴും അയാൾ മുഖത്ത് നോക്കി, തക്കാളിയോ? അപ്പോഴും അയാളൊന്ന് വെച്ചു, അപ്പം നിങ്ങൾ അറിഞ്ഞില്ലേ? എടാ നമ്മളെ നാട്ടിൽ കുട്ടി ആക്സിഡൻറ്റിൽ മരിച്ചാൽ വന്നാൽ മയ്യത്ത് നിസ്കരിക്കണം എന്നല്ല, എനിക്ക് തക്കാളി എന്നണ്ടേ? തൂക്ക്. ഒരു കിലോ ആവില്. ഈ 3-4 തൂക്കിയപ്പോൾ ഇയാൾ പറഞ്ഞു, ആചാര്യങ്ങൾ ശരിക്കും അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇയാൾ പൈസ കൊടുത്തിക്കണ്, സാധനമൊക്കെ കൈ പിടിച്ചിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കടക്കാരെങ്ങനെ നോക്കുക? എന്താ വെച്ച് നോക്കണോ ചോദിച്ചു. നമ്മളെ നാട്ടിലൊരാൾ മരിച്ചെന്ന് വിചാരിച്ചിട്ട് എന്താ നമ്മൾ തിന്നാക്കല? അങ്ങനെയൊന്നും മതത്തിലേരും പറഞ്ഞിട്ടില്ല. തിന്നൊക്കെ വേണം, നാട്ടുകാരെ കൂടി പട്ടിണി എടുക്കല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ആചാര്യനോട് വരുന്നത് എന്താ വെച്ച് കാട്ടുക? പിന്നെ ആ മരിച്ചത് ആരാന്നറിയോ? ഇല്ല. ആരെ മോനാ? നിങ്ങളെ മോനാണ്. ഒറ്റ പാലും പഞ്ചസാരി അവലൊക്കെ കൂടി കഴിയുന്നോണ്ട് പോകണം. ഇപ്പോൾ ഉള്ളു തട്ടി, നേരത്തെ ഉള്ളു തട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നരകത്തുമുള്ളത്. അയാൾ ആദ്യം കേട്ട അറിവാണ് ഇപ്പോൾ നരകത്തിനെ കുറിച്ച് നമുക്കുള്ളത്. സംഗതി പൂർത്തം കിട്ടിയില്ല. എന്താണെന്ന് പൂർത്തം കിട്ടിയാൽ പണി തുടങ്ങും. അതാണ് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്റല്ലാഹ് വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യഖീമൂനസ് സ്വലാഹ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഉള്ളു തട്ടിയ 5 കാര്യങ്ങൾ ഉണ്ടാകണം. 1 കൽബ് കുലുങ്ങുക, 2 വാല് കേട്ട റേഞ്ച് കൂടുക, 3 തവക്കുല്, 4 ഇഖാമത്ത് സ്വലാത്ത്. നിസ്കരിക്കലല്ല കേട്ടോ, നിസ്കരിക്കണം എന്ന് ഖുർആനിൽ എവിടെ അല്ലാഹ് പറഞ്ഞിട്ടില്ല, തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾ നിസ്കരിക്കുക എന്ന് ഖുർആനിൽ എവിടെ ഇല്ല, തെളിയിക്കൂലാന്ന്. നിസ്കരിക്കുക എന്നുള്ളതിന് സല്ലി എന്ന് പറഞ്ഞാൽ പോരെ. അക്കിമസ് സ്വലാ എന്ന് പറയണം. വാക്ക് എത്ര കൂടി ഖുർആൻ കുറഞ്ഞ വാക്കിൽ വലിയ കാര്യം പറഞ്ഞ ഗ്രന്ഥമല്ലേ. അങ്ങനെയാണ് എല്ലാവരും നിസ്കരിക്കുമെന്ന് സല്ലി കുല്ലൗഖാത്തിൻ എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ സമാനമുള്ള എന്തെങ്കിലും പറഞ്ഞാൽ പോരെ. പറഞ്ഞാൽ അങ്ങനെയല്ല. വാക്ക് കുറച്ച് കൂടിയാലും വേണ്ടില്ല, മർമ്മത്ത് കൊള്ളണം. ഇഖാമത്തൊന്ന് വേറെയാണ്, നിസ്കാരം ഒന്ന് വേറെയാണ്. ഒരു സാധനത്തിന് ഇഖാമത്തുണ്ടെന്ന് പറയണമെങ്കിൽ അതിന് റൂഹ് ഉണ്ടാവണം. ഞാൻ അക്കൂമു എന്ന് പറഞ്ഞാലും ഉഖീമു എന്ന് പറഞ്ഞാലും എനിക്ക് ജീവൻ ഉണ്ടാവണം. അപ്പം നിസ്കാരത്തിനെ ഇഖാമത്തിൻ്റെ പോസ്റ്റിൽ വെക്കുന്ന ആൾക്കാർ, റൂഹ് ഇട്ട് കൊടുക്കുന്ന ആൾക്കാർ എന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവർ. അപ്പോൾ ലക്ഷണങ്ങളുണ്ടാവും.
അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വാള് അറിയാൻ വേണ്ടി സ്റ്റേജിൽ പോവാണ്. അപ്പോൾ ഒരു കുട്ടിൻ്റെ കാൽമ ചവിട്ടി, അറിയാതെ ചവിട്ടിയതാ. തിരക്കൂടിയ വണ്ടിൻ്റെ ടയർ വരെ കാൽമ കൂടി കയറലുണ്ട്. ഈ വികാര ജീവികൾ കടപ്പുറത്തൊക്കെയാണ് പോയാലും ഒരു സുഖം എന്ന് പറഞ്ഞാൽ തരില്ല. വന്നിട്ട് അങ്ങോട്ട് പോദ്യം വണ്ടിയാണ് കയറുക എന്നല്ല എന്താട്ടും. ഇത് ശ്രദ്ധിക്കൂലല്ലോ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അല്ലേ ഇങ്ങനെ കുട്ടിൻ്റെ കാൽമ ചവിട്ടിയിട്ടാണ് പോവാണ്. ഒറ്റ ചവിട്ട്. അറിഞ്ഞിട്ടില്ല, അറിഞ്ഞാൽ ചവിട്ടൂലല്ലോ. കുട്ടി പുറത്തം മുട്ട കുട്ടിയാണ്. കുട്ടി അറിഞ്ഞ മുല്ലേ കാൽമ ചവിട്ടിയിട്ട് മിണ്ടാതെ പോകണല്ലേ, ഇത് ഞാൻ പാടച്ചോനോട് പറയുന്നതാണ്. കുട്ടിയെ ഞാൻ പാടച്ചോനോട് പറയുന്നതാണ്. പാടച്ചോനെ അത് പറയാൻ പോകുന്ന വലിയ ഉസ്താദല്ലേ, ഒരു ചെറിയ പൈതൽ 1.5 ഔൺസ് വലുപ്പമുള്ളൂ, കാലിൻ്റെ ചുവപ്പും അറിയിച്ചില്ല. കാൽമ ചോട്ടിയപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഇത് ഞാൻ അള്ളാനോട് പറയുന്നറിഞ്ഞു. അപ്പൊ ബോധം കെട്ട് വീണു അബൂ ഹനീഫത്തുൽ കൂഫി. ബോധം കെട്ടാണ് പോണു. സ്റ്റേജിൻ്റെ മുമ്പിൽ ബോധം കെട്ടണം മൂല്യര്. അപ്പൊ ആ സംഘാടകരൊക്കെ കുഴങ്ങിയില്ലേ, ഇനിയിപ്പോൾ വാത് പറഞ്ഞ് കിട്ടണല്ലോ. അത് ബോധം കെട്ടാണ്ട് വേണു. കുറേ കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞു. ഉസ്താദേ എന്തിയെ നിങ്ങൾ കേട്ടില്ലേ, ഉസ്താദ് ഒരു കുട്ടിയാ, ഓൻ്റെ സ്വഭാവം തന്നെ ആണെന്ന്. ഓൻ്റെ സ്വഭാവം കുട്ടിയെന്ന് പറയില്ലേ, അള്ളാഹിനോട് പറയുന്ന പറഞ്ഞ്, അള്ളാഹിനോട് പറയുന്നു. എന്താ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ച് അപ്പം തന്നെ അവിടുന്ന് കുറേ ആൾക്കാർ കരഞ്ഞു. ഇനി വാതിൻ്റെ ആവശ്യമില്ല, ഇനി വാതിൻ്റെ ആവശ്യമില്ല. സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് കുറേ ആൾക്കാർ അള്ളാന്നാണ് പറഞ്ഞപ്പോൾ അബൂ ഹനീഫ പിന്നെ അതരത്ത് നിന്ന് അള്ളാ അങ്ങോട്ട് വന്നപ്പോൾ അവിടെ കരയാൻ തുടങ്ങി. ഇതൊക്കെയാണ് ലഹരി. ഇതാണ് ലഹരി, ഇതാണ് വയല്. ഇന്നിപ്പോൾ ഞാൻ 2.5 മണിക്കൂറാണ്ട് വയല് അറിയാൻ നോട്ടാ. എന്താ അള്ളാനെ പറഞ്ഞാലും നിങ്ങളെ കണ്ണൊന്നും വെള്ളമില്ല, കാൽബും കുലുങ്ങില്ല. കാരണം നിങ്ങൾക്കറിയാം ഇതൊക്കെ കവറിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇതൊക്കെ പരിപാടി മറ്റേതാണ്. അപ്പം ഞാനൊരു ആയത്തോതുമ്പോൾ നിങ്ങൾക്ക് തമാശ തരികയാണ്. 2000, 3000, 5000 അടുത്തോതിയാലോ അപ്പം എങ്ങനായി, അങ്ങോട്ടായി ഇങ്ങോട്ടായി പറയണ. എൻ്റെ മനസ്സിൽ സംഘാടകർ ഇപ്പം എന്തായിരിക്കും തരിക, ഉടമ്പല ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നേ തരുമോ എന്ന് വേചാറ്. അങ്ങനെ സംഗതിയൊക്കെ തമാശയായിട്ട് മാറുക. മർമ്മത്തിൽ പോണില്ല, മർമ്മത്തിൽ കണ്ട് പോണില്ല. മർമ്മത്തിലാൽ ചികിത്സ മർമ്മത്തിലല്ല വേണ്ടത്. നമ്മൾ രാവിലെ പൈപ്പ് തുറന്നപ്പോൾ ചളിവെള്ളം വരികയാണ്, ടാപ്പ് മാറ്റിയിട്ട് കാര്യമുണ്ടോ? ബാങ്ക് കൊടുത്തു, ഒതെടുക്കാൻ വേണ്ടി കൊലായ്മത്തെ പൈപ്പ് തുറന്നു, ചളിവെള്ളം കട്ട കട്ട കുത്തി വരിക. ഒരാൾ പോയിട്ട് വേഗം ടാപ്പ് മാറ്റി. വെള്ളത്തിൻ്റെ കളർ മാറുമോ? മാറും. നിങ്ങളിവിടെ മാറുമോ? ഇല്ല. എവിടേക്ക് പോകണം? വെള്ളത്തിൻ്റെ കളറൊന്ന് ശരിയായി കിട്ടുക. എവിടേക്ക് കയറണം, എവിടെ പണിയെടുക്കേണ്ടതെന്ന്. ടാങ്കിയിൽ ചിലപ്പം കിണറ്റൊക്കെ ഇറങ്ങേണ്ടി വരും. നമ്മളിതെന്താരോ ഇപ്പോൾ വാളൊക്കെ കൂടുതൽ ടാപ്പ് മാറ്റുന്ന പരിപാടിയാണ്. അല്ലേ, ഞാൻ ബഹുമാനപ്പെട്ട ആനമങ്ങാട് പൈസ ഉസ്താദിനെ പോലത്തെ വലിയ പ്രവാചകന്മാർ കൽബ് തൊട്ടുന്ന വർത്തമാനം പറഞ്ഞ ആൾക്കാരുണ്ട്. എന്നെ പോലത്തെ ആൾക്കാരെന്നെ പ്രതിക്കൂട്ടിലാക്കണേ. ഞങ്ങളെയാണ്ട് നല്ല നന്നാക്കിയാൽ ഞങ്ങൾക്കൊരു പോലായി. അതാണ്. അപ്പോൾ ഞങ്ങൾ നന്നാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അള്ളാഹു തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അപ്പം അതുകൊണ്ട് ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. ആളുകൾ കുറേ അല്ലെങ്കിൽ ഉള്ളവർ നന്നായി ചിന്തിച്ചാൽ സാഹസമല്ല. എല്ലായിടത്തും നല്ല ആളുണ്ടാവില്ല. എന്നാലും മിഞ്ഞാന്നൊക്കെ എൻ്റെ നാട്ടിൽ അവാണിനൂരാ ഒരുപാട് ആളുകൾ ഓഡിറ്റോറിയം നിറഞ്ഞിരുന്നു. എന്നിട്ട് പുറത്തിരുന്ന ആൾക്കാർ SKSY SYൻ്റെ കീഴിലായിട്ട് എല്ലാ വർഷവും ഉണ്ടാണ് നമ്മളെ വാണിനൂർ തന്നെ. പക്ഷേ അതേ ആവേശത്തിലാണ് ഇപ്പോഴും ഞാൻ പ്രസംഗിക്കണത്. ആൾ പറഞ്ഞുകൊണ്ടൊന്നും പ്രസംഗം മതിയാക്കൂല. അതിനത് ദൈവത്താണ്. ചിലപ്പോൾ ഉന്മേഷത്തിനെ ബാധിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷെ 10,000 ആളുകൾ കേട്ടിട്ട് ചിരിച്ചിട്ട് പിന്നെയും ചിരിച്ചിട്ട് പോകുമ്പോൾ ഫലിതങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ഷെയർ ചെയ്ത് പോകുന്നതിനേക്കാളും നല്ലത് മുമ്പിലുള്ള ഒരാൾ ഈ ചൂട് അങ്ങോട്ട് കയറി പഠിച്ചോനേന്ന് കരുതിയാൽ എനിക്കും മുതലായി നിങ്ങൾക്കും മുതലായി. അള്ളാഹു തആല ആ കൂട്ടത്തിൽപ്പെടുത്തട്ടെ. കവറൊക്കെ വേറെ ചില ആവശ്യങ്ങളാണ്. അതൊന്നും ഇല്ലെങ്കിലും അള്ളാഹു തആല നമ്മളെ പോറ്റൂലേ. അതിനർത്ഥം പ്രസംഗം കഴിഞ്ഞ് പോണ ആളെ കാലിയടിച്ച് വിടണം എന്നൊന്നല്ല, കവറൊക്കെ കൊടുക്കണം. അല്ല അത് ഞാൻ മൈമിന്ന് അങ്ങനെ അർത്ഥം വെക്കാൻ തുടങ്ങല്ലേ. അപ്പം അതുകൊണ്ട് അതൊക്കെ വേറെ ഓരോ കാര്യങ്ങളാണ്. അത് ലക്ഷ്യാക്കാൻ പാടില്ല. ലക്ഷ്യാക്കുന്നതിൽ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, റസൂലുള്ളാഹിൻ്റെ സ്നേഹത്തിൻ്റെ ആ കടുപ്പൊന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നമുക്ക് പിരിയ. ഞാൻ ദീർഘിപ്പിക്കുക, അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നന്നായി മൊബൈൽ സൈലൻ്റ് ആക്കിയാൽ അള്ളാഹു നമ്മളിട്ടിട്ട് പരിഹസിച്ചിട്ട് വരകണ ഒരായത്ത് ഞാൻ തരാം. റെഡിയല്ലേ കേൾക്കാൻ? മൊബൈൽ ഇതും കൂടി നടക്കൂല. ഹലോ ഓതിക്കോളി, നിങ്ങൾ ഓതി അർത്ഥം വെച്ചോളി. ഹലോ അത് മുപ്പനെ അർത്ഥം വെക്കുകയാണ് ഞാൻ ഇവിടെ പറഞ്ഞു. അങ്ങനെ പറ്റില്ല. മൊബൈൽ സൈലൻ്റ് ആക്കിയാൽ ഒരു കടുപ്പം ഞാൻ കാണിച്ചു തരാം. അള്ളാഹു നേരെ ഉൾട്ടാക്കിയിട്ടിട്ട് വരട്ടണ ഒരു കടുപ്പം ഖുർആനിൽ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأصحاب الشمال ما أصحاب الشمال. നരകത്ത് പോണ ആൾക്കാരെ ഇടത്തെ കാര്യമെന്നാണ് പറഞ്ഞത്. അതുപോലെ ഇടത്തെ കയ്യിലാണ് കിതാബ് ഇട്ട്. അതുകൊണ്ടല്ല, വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. ഞാൻ പൊടുത്ത് കുടുങ്ങി.
ജിബിരിൽ അലൈഹിസ്സലാം ലൈലത്തുൽ ഖദ്ർ രാത്രിയിൽ കൊണ്ടുവന്ന ഒരു കൊടിയുണ്ട് ഹദീസിൽ. ആ കൊടിനെ കുറിച്ച് ഹദീസിലുള്ളതിന് അർത്ഥം വെച്ചു. മഅഹു ലിവാഉൻ അഖ്ളറു എന്നാണ് ഹദീസിലുള്ളത്. ഞാൻ അതിന് പച്ചക്കൊടി എന്ന് അർത്ഥം വെച്ചു. ഒരാൾ വിളിച്ചിട്ട് ആ കൊടിൻ്റെ കളറൊന്ന് മാറ്റി തരുമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ ചോദിച്ചു എന്തിയെന്ന് ചോദിച്ചു. അല്ല അവലിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാനെങ്ങനെ മറ്റേ ജിബിരിയിലെ കൈ പിടിച്ച കൊടിയാണ്, അതിന് ഞാനെങ്ങനെ വാണിനൊന്ന് പെയിൻറ്റ് മാറ്റുക, അല്ല പൊന്നാനിയിൽ വെച്ചിട്ട് പെയിൻറ്റ് മാറ്റുക? കൂട്ടർ ഹദീസാണത്. അത് നിങ്ങൾ വേറെ എന്തെങ്കിലും ഉദ്ദേശം, നമ്മൾ ഉത്തരവാദിയല്ല. ഈ ഹദീസിന് അഹ്ലർ എന്നുള്ളതിന് പച്ച എന്നല്ല അർത്ഥം, അസ്വദിന് കറുപ്പ് എന്നല്ല അർത്ഥം. ഇത് ചുവപ്പും കറുപ്പും എന്നല്ല, പച്ചയാണ്. അപ്പം അത് അങ്ങനെ നിങ്ങൾ വേറെ എവിടേക്കും കൊണ്ടുപോയി നമ്മൾ ഉത്തരവാദിയല്ലാന്ന്, നിങ്ങൾ എവിടേക്കും കൊണ്ടുപോയി നമ്മൾ ഉത്തരവാദിയാ എന്ന് പറഞ്ഞ പോലെ ഇത് അസ്ഹാബ് ഷിമാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടത്തേക്കാരെന്നാ. ഇടത്തേക്കാരെന്ന് പറയാനൊരു കാരണമുണ്ട്. ഇടത്തെ കയ്യിൽ കിതാബ് ഇട്ടണോണ്ടോ, വേറെ ഒന്നുമല്ല. നമ്മൾ ഇവിടുത്തെ കളിയല്ല, അത് ഞാൻ അങ്ങോട്ട് ബന്ധപ്പെടുത്തണ്ട, അതങ്ങോട്ട് ബന്ധപ്പെടുത്തണ്ട. ഇടത്തെ കയ്യിലാണ് കിതാബ് കിട്ടൽ. എൻ്റെ പൊതുവായുള്ള പരിപാടി എങ്ങനെയാണ്, ഇങ്ങനെ ഒരു മടക്കലാണ് ഉള്ളത്. ഇടത്തെ കയ്യിലാണ് കിതാബ് കിട്ടൽ. ഇടത്തെ കയ്യിൽ. പടച്ചോനെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇനി കേട്ടോളൂ, ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് കേട്ടോളൂ. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബല ദാലിക മുതറഫീൻ. ഇത് ശരിക്കും ഇതിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ കേട്ടോ. നമ്മളെ വീട്ടിൽ ഒരാൾ വന്നാൽ ആദ്യം ഫാൻ ഇട്ട് കൊടുക്കൂലേ? അല്ല, എന്നാലും ഇപ്പം എനിക്ക് അതിൻ്റെ അപ്പുറമാണ് പറയാൻ പറ്റുള്ളൂ. ഇട്ട് കൊടുക്കില്ലേ? പിന്നെ രണ്ടാമത് കൊടുക്കുന്നത് സർബത്തോ ജ്യൂസായിരിക്കും അല്ലേ? അതന്നെയാണ് നരകത്തിൽ വന്ന അള്ളാഹു തആല ആദ്യം ഫാൻ ഇട്ട് തരും, പിന്നെ സർബത്ത് കൊടുക്കും. ഇതൊക്കെ ചെയ്യും, പക്ഷെ നേരെ ഉൾട്ടായിട്ടായിരിക്കും മാത്രം. സമൂം എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നാണ്, എന്ന് പറഞ്ഞാൽ ഫാന്. പക്ഷെ ഇവിടുത്തെ ഫാന് നമ്മളെ ഉയർപ്പ് പറ്റുന്നതും ഉഷ്ണം പോകുന്നതാണ്. അള്ള നരകത്തിലെത്തിയ മനുഷ്യന്മാർക്ക് ഇട്ട് കൊടുക്കണ ഈ ഫാൻ ഉണ്ടല്ലോ, അതാണ്ട് തട്ടിയാൽ മുടിയും തോലിയൊക്കെ കൂടി കണ്ട് കാര്യം. അങ്ങനത്തെ സൈസ് ഒരു വിശക്കാറ്റ് മുഹമ്മദ് മുസ്തഫ. അതൊരു പരിഹാസമാണ്. അത് അങ്ങനെ കണ്ട് ചെയ്യണമെന്നാരോ ഇവിടെ ചെയ്യണതിൻ്റെ ബഹുമാന രൂപത്തിൽ പ്രത്യക്ഷത്തിൽ ചെയ്യാം. എന്നിട്ട് ടൈമിൽ കൂടി മനുഷ്യനെ കണ്ട് ഇടങ്ങറാക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഫാൻ ഇട്ട് കൊടുത്താൽ പിന്നെ ഉടനെ ചെയ്യുന്നത് സർവത്ത് കൊടുക്കല. അത് അള്ളാഹ് അടുത്ത് കൊടുക്കണം. നോക്കൂ, ഫീസ് ഈ ആയത്തിങ്ങനെ ഘടിപ്പിച്ച് വെച്ചതിൻ്റെ മനോഹാരിത, അതിൻ്റെ ആ സൗന്ദര്യം, അതിലടങ്ങിയിട്ടുള്ള മുത്തും പവിഴവും, അത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ മേൽ ഇരച്ചു കയറുന്ന അതിൻ്റെ ഊർജം അത്ഭുതമാണ്. ഫീ സമൂമിൻ വഹമീം, സമൂമ കൊടുക്കുന്നതാണ്, ചുടുകാറ്റാണ്, വിശക്കാറ്റാ പോരാ. വഹമീം, ഹമീമിലാണ് നബിയേ. എന്താണ് ഹമീം? യുസബ്ബു മിൻ ഫൗഖ റൂസിമുൽ ഹമീം. ഈ ഹമീമിൽ നിന്നൊരു ചെറിയ അംശം എടുത്തുകൊണ്ട് മനുഷ്യന്റെ മൂർധാവിന്റെ ചരട്ടയിലങ്ങ് തട്ടിയാൽ അവന്റെ അണ്ണാക്ക് പഴുക്കുന്നതാണ്, കുടൽമാല കരയുന്നതാണ്, അവന്റെ അന്നനാളം വേവുന്നതാണ്. എന്നിട്ട് പിന്ദ്വാരം കീറിയിട്ട് കരിഞ്ഞുകൊണ്ട് തള്ളുന്നതാ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വല أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. വാളുകൾക്കുന്ന പെങ്ങളെ, വാളുകൾക്കുന്ന ഉമ്മ, റമളാനിലെ അവസാനത്തെ 10 പഴയകാല പ്രതാപമുള്ള ഉമ്മമാർക്ക് പർച്ചേസിംഗിന്റെ 10 അല്ല, തൊലിവെളുപ്പ് പ്രദർശനം ചെയ്യാനുള്ള 10 അല്ല, ഉളുപ്പില്ലാതെ അങ്ങാടിയിൽ ഇളിക്കാനുള്ള 10 അല്ല, ശരീരത്തിന്റെ മാർദ്ദള ഭാഗങ്ങള് റമളാനിന്റെ പട്ടാപ്പകലിന്റെ നട്ടുച്ചയിൽ പോലോ ജ്വല്ലറിയിൽ കൊണ്ടുപോയി, ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയി, റോട്ടിൽ കൊണ്ടുപോയി, അങ്ങാടിയിൽ കൊണ്ടുപോയി എക്സിബിഷൻ നടത്താനുള്ള 10 അല്ല മോളെ. വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് കത്തിക്കാളുന്ന നരകജ്വാലയെ ചിന്തിച്ചുകൊണ്ട് പതക്കുന്ന കൽബുമായി ഒലിക്കുന്ന കണ്ണുമായി ഇത്തരം പ്രാർത്ഥന നിർഭരമായ വരികള് പടച്ചവന്റെ ദർബാറിലേക്ക് ഉയർത്തുന്ന 10 ആണേ.
إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. പള്ളിയിലൊക്കെ കണ്ട് കയറിയാൽ അവസാനത്തെ പത്തിലെ ഓരോ വാതിലിൻ്റെ മൂലക്കൊന്നും മേങ്ങലടി ഇങ്ങനെ കേൾക്കാം. 10 കൊല്ലം മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നിൻ്റെ നാട്ടിൽ ഒരു മനുഷ്യൻ ഓർത്തു മയമുട്ടിയേച്ചി എന്ന് പറയും. ആൻമങ്ങാട് പൈസയൊക്കെ ഞാൻ ദർസിൽ ഓതണതിന് മുമ്പ് എൻ്റെ വാണിനൂർ എന്നിട്ട് വേല പറയലുണ്ട് ആൻമങ്ങാട് മയമുട്ടി പൈസ. അപ്പോൾ പൈസയ്ക്ക് ഇറങ്ങുമ്പോൾ പൈസൻ്റെ കയ്യൊക്കെ പിടിച്ചിട്ട് പള്ളിയെ കൊണ്ടുവരുന്നത് ഈ മയമുട്ടിയേച്ചാണ്. പൈസയ്ക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, മയമുട്ടിയേച്ചി. ഞാൻ മദ്രസിലെ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അസർക്ക് അവസാനത്തെ 10 26 27 നോമ്പിന് ഒരു അസർക്ക് ഇങ്ങനെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ പള്ളിയിലൊന്നും ആരുമില്ല, കുറച്ച് ആൾക്കാർ മേലെ ദിക്റുഹൽക്ക നടത്തുകയാണ്, എന്തോ ഒരു പരിപാടി നടത്തുകയാണ്, പള്ളിയിൽ താഴെ ആരുമില്ല. പക്ഷെ ഒരു കരച്ചിലിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വാപ്പയും വല്യമ്മൊക്കെ പറയലുണ്ട് പള്ളിയിലുള്ള ജിന്നുകളെ കുറിച്ചൊക്കെ. അപ്പോൾ നിസ്കാരത്തിൽ എനിക്കാണ്ട് ഹൗഫ് കൂടി, അള്ളാൻ്റെ ഹൗഫല്ല ജിന്നിൻ്റെ ഹൗഫാണ് കയറിയിട്ട് ഞാൻ വലല്ലാലിനൊക്കെ വരച്ചിട്ടാണ് വീട്ടിന്ന്. എപ്പോഴും ഓർമ്മ ഉണ്ട് എനിക്ക്. സലാം വീട്ടിട്ട് ഞാൻ ഒരൊറ്റ മുങ്ങല. അപ്പം മുങ്ങുമ്പോൾ ഈ കരച്ചിലൊപ്പം വരണമായിരുന്നു തോന്നുന്നു എനിക്ക്. അപ്പം ഞാൻ ജിന്നാന്ന് ഉറപ്പിച്ച് നോക്കുമ്പോൾ ഹൗലിൻ്റെ അവിടെ ഇടഭാഗത്തൊരു വാതിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കരച്ചിൽ വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ കണ്ട് നിന്ന് കരച്ചിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ജിന്നാണെങ്കിലും കരയണത് പാവായിട്ടാണ് ഈ കരല്ലോ. അപ്പോൾ എനിക്ക് ധൈര്യം വന്ന് കരയല്ലേ ഇവിടെ വാടാന്ന് പറയില്ലല്ലോ. അപ്പോൾ ഞാൻ മെല്ലെ പോയിട്ട് വാതിലിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയപ്പോൾ മയമുട്ടിയേച്ചാണ്. റമളാൻ പിരിയുമ്പോൾ കരഞ്ഞിട്ട് തോപ ചെയ്യാണ്. എന്നെ കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു പോയിക്കുട്ടി. ഞാൻ കേട്ടത് പൈക്കുട്ടി എന്നാണ്. ആൾ പറഞ്ഞു പൊയ്ക്കോ കുട്ടി എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ അപ്പാനോട് പറഞ്ഞു മയമുട്ടേച്ചി എന്നെ പൈക്കുട്ടി എന്ന് വിളിച്ചിരുന്നു പറഞ്ഞു. അങ്ങനെ എൻ്റെ അപ്പ കയ്യിലൊക്കെ ഭയങ്കര ഉഷറുള്ള ആളാണ്. അപ്പോൾ ഇവരമ്മ സുഹൃത്തുക്കളാണ്. എൻ്റെ അപ്പ വെച്ച് മോൻ എന്തിനാ നിങ്ങൾ പൈക്കുട്ടി എന്ന് വിളിച്ചു വെച്ച് മയമുട്ടേച്ചി സംഗതി പറഞ്ഞ് പൈക്കുട്ടി എന്ന് വിളിച്ചതല്ല, ഞാൻ ഇബാദത്ത് ചെയ്യുമ്പോൾ ഓൻ വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ആട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇബാദത്തിൻ്റെ അപ്പാക്കറിയില്ല, അപ്പനോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയാം. ഇപ്പം അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാണ്ട് എനിക്ക്. ആ പിരിയുന്ന സമയത്ത് ഈ സാധു ആൾക്കാർ കാണാന്ന് വിചാരിച്ചിട്ട് വാതിൻ്റെ അടിയിൽ പോയിട്ട് കരഞ്ഞതാ. അത് നീ എന്താ പറഞ്ഞിട്ടപ്പോൾ ഞാൻ കേട്ടതാണ്. ഈ മനുഷ്യൻ എന്നാ മരിച്ച ഞങ്ങൾ 27 രാത്രി മരിച്ചു. ഞങ്ങൾ തറാവ് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് കണ്ട് ഇറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞ മയമുട്ടിയേജ് വഫാത്തായിക്കണായിരുന്നു. പൊതുവേ ഒരു മരിച്ച വീട്ടിൽ പോയാലും മയ്യത്തിൻ്റെ മുഖം കാണൽ എൻ്റെ സംസ്കാരമല്ല, അതിൽ കഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പൊതുവെ മുഖം കാണാത്ത ആളാണ്. എൻ്റെ ഒരവസ്ഥയാണ്, കാണുന്നവരെ നമ്മൾ എതിർക്കില്ല. ഞാൻ ഇവിടെ മരിച്ചാൽ പറ്റും. ഓനിവിടെ പാണക്കാട് സങ്കല്പം അങ്ങനെ വലിയ വലിയ അറിയപ്പെട്ട മഹാന്മാരൊക്കെ ആണെങ്കിൽ അവരെ മഹാന്മാരെ സമസ്തൻ്റെ നേതാക്കന്മാരെ തുറന്ന് കാണിച്ചു കൊടുക്കുന്ന മുഖം കാണാനല്ല ചുംബിക്കാനും കൂടിയാണ്. അപ്പോൾ ആളുകൾ കാണും, അതിനാരും ഉത്തരവാദിയല്ല. മുഖം കാണാൻ ഈ എത്തിച്ചിട്ട് ആരും കാണിച്ചു കൊടുക്കില്ല. പിന്നെ നേതാക്കളെ കുറിച്ച് അങ്ങനെ കാണിച്ചു കൊടുക്കണേ, അല്ലാതെങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ വേറെ വരും. അതെല്ലാം കൊടുത്തോ.
ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ മമ്മൂട്ടിയേജ് എന്ന് മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് പൂതിയൊരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചിരിച്ച് കിടക്കുക എന്നൊക്കെ. അത് പൂർണ്ണ രീതിയിൽ ആദ്യം കണ്ടത് അന്നാണ്, പൂർണ്ണ രൂപത്തിൽ ആദ്യം കണ്ടതാണ്. കാരണം അധ്വാനാണത്. നമുക്കൊന്ന് ചിരിച്ച് മരിച്ച് കിടക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമീൻ പറയും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നും കൂടി പറയും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു മഹാനായ ചെറുപ്പക്കാരൻ സൂഫിയാണ്, തീരെ ചിരിക്കൂല. അപ്പോൾ കൂട്ടാളികൾ പറഞ്ഞു, ദുന്യാവിൽ തഖ്വയും കാര്യങ്ങളൊക്കെ വേണം, ഇടയ്ക്കൊരു ചിരിയൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ബേജാറ് പറഞ്ഞു, മരിക്കണ സമയത്ത് എന്താവും എന്നുള്ള ബേജാറ് കൽബ് കടന്ന് ഞാനെങ്ങനെ ചിരിക്കുകയെന്ന് വെച്ച്. അപ്പോൾ ഒരാൾ വെച്ചു, പിന്നെ മരിച്ചിട്ട് സ്വർഗം കൈ കിട്ടിയാൽ ചിരിക്കാൻ കഴിയുമെന്ന് വെച്ചു. ആന്ന് പറഞ്ഞു. മരിച്ച എൻ്റെ മരണം ഈമാനോടെന്ന് ഉറപ്പായി ഞാൻ ചിരിക്കുമെന്ന് പറഞ്ഞു. ചരിത്രം പറയണേ, ഇയാളങ്ങോട്ട് മരിച്ചു നോക്കുമ്പോൾ ചിരിയോണ്ട് ചിരിയാണ്. മയ്യത്ത് കുളിപ്പിക്കണവരും കുടുങ്ങി. കാരണം വെള്ളം പാരുമ്പോൾ ശരിക്കും ചിരിക്കണവർ തന്നെ ഉണ്ട്. ഷംസുൽമാൻ്റെ മുഖം കണ്ട ആൾക്കാർ കുറേ ഈ സസലില്ലേ ഇല്ലേ? കണ്ണിയത്തുസ്ഥാൻ്റെ മുഖം കണ്ടവരില്ലേ? ചെറുശ്ശേരിസ്ഥാൻ്റെ മുഖം ഓർമ്മല്ലേ? കോയക്കുട്ടിസ്ഥാൻ്റെ മുഖം ഞാൻ രാത്രി 2:30 കണ്ടത്. കോയക്കുട്ടിസ്ഥാന് തമാശ പറയുമ്പോൾ ഇവിടെ വീർപ്പിച്ചിട്ടൊരു ചിരിയുണ്ട്. ഈ ആനമങ്ങാടൊക്കെ ശരിക്കും അറിയാത്. ആനമങ്ങാടൊക്കെ കോയക്കുട്ടിസ്ഥാനെ ചിരിപ്പിക്കുന്ന ആളാണ്. വണ്ടിയിൽ നിന്ന് തമാശ തന്നെ ചിരിപ്പിക്കുന്ന ആൾ. ആനമങ്ങാട് ദ്വാൻ്റെ ഇടയിൽ ഫലിതം പറഞ്ഞ ഒരാളാണ് ആനമങ്ങാട്. അള്ളഹാനോട് തമാശ പറഞ്ഞ ആൾ. അപ്പോൾ കോയക്കുട്ടിസ്ഥാനെ തമാശ തന്നെ ചിരിപ്പിക്കലുണ്ട്. ഞാനൊരു ദിവസം കണ്ണൂർ വെച്ചിട്ട് ഈ തമാശ എങ്ങനെ പറഞ്ഞപ്പോൾ ഒരാളിനോട് പറഞ്ഞു, നിങ്ങളും ആനമങ്ങാട് നല്ലോണം തമാശ അറിയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആനമങ്ങാട് പ്രസംഗത്തിലല്ല ദ്വായിലും തമാശ അറിയുന്നുണ്ട്. അതായത് നല്ല തമാശ. ഈ ഫലിതത്തിൽ ഈ ചിരിക്കാനും ചിന്തിക്കാനും വേണം, സംഗതി ഹക്കാവും വേണം. നമുക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ കുറേ വേദം കണ്ടിട്ട് ഞാൻ എല്ലാവരും ഒന്ന് ചിരിച്ചോളി എന്നിട്ടൊരു കരുന്നോണാണ് വിടുക, അങ്ങനെയല്ല. അപ്പോൾ ഉള്ളതൊക്കെ മാത്തിലാവും. ജനങ്ങളിങ്ങനെ ഉറങ്ങാതിരിക്കുക, ഇടയ്ക്കിങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുക, അത് നല്ലതാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അങ്ങനെ ചിരിച്ചു എന്നാണ്, മരിച്ചെടുക്കുമ്പോൾ ചിരിച്ചു എന്നാണ്. ആഹാ, അങ്ങനെയുള്ളവരുണ്ട്. ഷെയ്ഖ് മാമുക്കോയ വലിയ മഹാനല്ലേ? മാമുക്കോയ അല്ല, ഇമാം ഖാജ എന്ന അസല്. കോയ അസലു ഖാജ, ഹവാജ് എന്ന് വന്നാണ്, മനികളാണ്. ഈ പിന്നെ മാമു അസലു ഇമാം. നമ്മൾ മലയാളികളല്ല, അസർപ്പാക്കണവരാ. ഹൈറുള്ള കേരളാക്കിയവരാ. പുതുസലാം പൂസലാം ആക്കിയ. പൂസലാം പാവങ്ങൾ കടപ്പുറത്തിൽ ഔലിയാകളെ കാണുമ്പോൾ ഷാത്തലിമല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് വിളിച്ചു പുതിയ സലാം. അത് പിന്നെ പൂസലാമായി, പിന്നെ പൂസലാനായി. നമ്മളെ കൈ കിട്ടിയതാണ് അല്ലേ? അപ്പോൾ ആ കൂട്ടത്തിൽ മാമുക്കല്ല, ഇമാം ഖാജ. അവർ പറഞ്ഞിരുന്ന ഒരാളോട്, ഇതിൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം കേട്ടോ പറഞ്ഞു. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മുമ്പ് ഒരു കണ്ണ് തുറന്ന് നോക്കിയെന്നാണ്. അതിൽ വെള്ളം പറഞ്ഞ ആളാണ്. അടച്ചാളി സ്വിപ്പുണ്ടാക്കല് ഞാൻ തന്നെയെന്ന് പറഞ്ഞു. അപ്പോഴാണ് അടച്ചെന്നാണ്. പഠിച്ചവനെ, നമുക്ക് അങ്ങനെ ഒരു മരണം ഉണ്ടല്ലോ റബ്ബേ. ഇന്നലെ നോമ്പറന്നാളിന്ന് ഖബറിൻ്റെ അടിയിലാണ്. റമദാൻ 1 കോഴിക്കോട് നിന്ന് എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, അറിഞ്ഞില്ലേന്ന് വെച്ചു. എന്ത് ചോദിച്ചു? മാസം കണ്ടുക്കണായിരുന്നു. ആളിപ്പോൾ ഖബർ പോയിട്ട് 5 ദിവസമായി. നോമ്പർപ്പിച്ച എത്ര ആൾക്കാർ ഖബറിൻ്റെ അടിയിലാണ് അല്ലേ? നിങ്ങളറിവിലില്ലേ? മിന്നാന്ന് അത്തായം കഴിച്ച ഒരാൾക്ക് ഉച്ചക്ക് മയ്യത്ത് സ്കരിച്ചിട്ടാണ് ഞാൻ ഒരു പരിപാടിക്ക് പോയത്. മിന്നാന്ന് അത്തായം കഴിച്ചു, നോമ്പറക്കാൻ ഉണ്ടായില്ല, ഖബർ പോയി. ഇത് നിത്യ സംഭവമല്ലേ? പഠിച്ചവനെ, നമുക്കൊരു പോക്കുണ്ടല്ലോ അല്ലേ? നന്മ കുറേ വാക്കിച്ച് പോകണം. അപ്പോൾ ഒരു അഡ്രസ്സ് ഉണ്ടാവും. ഞാൻ ആനമങ്ങാണ്ട് നാട്ടിൽ വാദനപ്പോൾ എപ്പോഴും ഓർമ്മയുണ്ട്. ഒരു പെണ്ണിൻ്റെ പേരിലാണ് സ്റ്റേജ്, ഒരു മാമാൻ്റെ പേരിൽ സ്റ്റേജ്. അപ്പോൾ മൂപ്പര് വാപ്പ അടുത്തിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പെണ്ണിൻ്റെ പേരിൽ? അപ്പം മൂപ്പര് പറഞ്ഞത് എൻ്റെ ഉമ്മാൻ്റെ പേരാണ്. ഈ പേര് വാക്കിയിട്ട് നാട്ടിലൊരു പരിപാടി ഉണ്ടാവില്ല. എന്തിനാന്ന് വെച്ച്, ഇവിടെ എല്ലാ പെണ്ണുങ്ങൾക്കും ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു. പഠിച്ചവനെ, നല്ല മരത്തിമല്ലേ നല്ല കായ് ഉണ്ടാവുള്ളൂ എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. വെറുതെ അല്ല. അള്ളാഹുവേ, 48 കൊല്ലം ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തവനെ പഠിച്ചവനെ, അള്ളാഹുവേ, അവർ ബർക്കത്തോണ്ട് ഞങ്ങളെനി നന്നാക്കണേ റബ്ബേ. എന്തിനാ കുറേ പ്രസംഗിക്കണല്ലേ? നല്ലത് കുറേ കേട്ടാൽ മനുഷ്യൻ നന്നാവുമല്ലോ. നമുക്ക് ഒരു പോക്കുണ്ടല്ലോ റബ്ബേ, ഉള്ളു തട്ടിയിട്ട് കലിമാണ്ട് വരണല്ലോ അല്ലേ? ഈ വേദന കണ്ടെടുക്കുമ്പോൾ മറവി സ്വാഭാവികമാണ്. SLC പരീക്ഷയ്ക്ക് നല്ലോണം പഠിച്ചിട്ട് ബൈക്കുമ്പോൾ പോണൊരു കുട്ടി തമിഴിലോര് തട്ടിയിട്ട് കാൽമന്ന് മുറിയായി. ആൾ പോയിരുന്നപ്പോൾ മറന്നുപോയി. കാരണം ഇറച്ചിമൊക്കെ വേദന തുടങ്ങിയപ്പോൾ ബ്രെയിൻ പോവും.
മെമ്മറി പവർ പോവും. സക്കറാത്തിൻ്റെ ഹാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വേദനൻ്റെ സമയമാണ്. മെമ്മറി പോവും. കാരണം ഇതിമാണ്ട് കൂടും ഈ ബേജാറും പേടിയും. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരണമെങ്കിൽ ഈ സാധനം ഇവിടെ വേണം. ചുണ്ടുമ്മ പേപ്പുളിയൊക്കെ അപ്പം പോവും. കാരണം ഈ തത്തമ്മ പൂച്ച നമ്മൾ പഠിപ്പിക്കും. പക്ഷെ പൂച്ചൻ്റെ തൊള്ളയിൽ പെട്ടാലോ കീ എന്നാ പറയാ. അപ്പം പൂച്ച പറയില്ല. കാരണം എന്താ? അപ്പം ഇറച്ചമ്മക്ക് വേദന തുടങ്ങിയതാണ്. പഴക്കം പറച്ചിൽ നിർത്തും. എന്നാലും നമ്മൾ ഈ പഴക്കം പറച്ചിൽ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയലുമുള്ള തുണി കുപ്പൊക്കെ കൊഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ കൽബിന് ഒരു വരി ഉണ്ടായിട്ടുണ്ടാവില്ല. അയലുമുള്ളെല്ലാം കൊഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ ഉക്കൊണ്ട്. പക്ഷെ മൂപ്പരെ കൽബിനൊരു കുലുക്കൊണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെ ആവരുത്. നല്ലതാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ നാവുകൊണ്ട് ഇങ്ങനെ ചൊല്ലണമെന്നല്ല കേട്ടോ, അല്ല എന്നല്ല. പക്ഷെ അതൊക്കെ കൽബിൻ്റെ ഉള്ളിൽ അതിൻ്റെ സൗന്ദര്യം ചൂടും പുകയെ കണ്ട് ഇറങ്ങേണ്ടല്ലോ. ഒരു ദിക്റാൽക്കെന്ന് നീച്ച് വരുമ്പോൾ നമ്മൾ പോയ ആളാവില്ല, ആളാറ് മാറും. പിന്നെ അങ്ങാടി കൂടി പോകുമ്പോൾ എന്ത് ഇക്കറൽക്കിന്ന് വരികയാണ്. പെണ്ണിനെ കാണുമെന്ന് ചോദിച്ചിട്ട് താലാത്തിയാന്ന്. അല്ലാതെ ഇക്കറൽക്കിൽ ഇരിക്കുമ്പോൾ അപ്പുറത്തെ പെണ്ണിൻ്റെ മാക്സിമം നോക്കിയിട്ട് ഇല്ലല്ലാന്ന് അറിയില്ല. അതൊക്കെയാണ് പരിപാടി. ത്വരീഖത്തിനൊക്കെ പേരില്ല. അതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് ഒരു സമ്മാനം തരണമെന്നുണ്ട്. ഒരു സമ്മാനം തെറ്റേ എല്ലാവർക്കും സ്വർഗത്തിൻ്റെ ടോക്കൺ തരാൻ പോകണം. ഞാനിവിടെ ഒരു ടോക്കൺ എടുത്തിട്ട് ഞാനും പോകാൻ ശ്രമിക്കാം. ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ആ ടോക്കൺ വാങ്ങാൻ തയ്യാറുള്ളവരൊക്കെ ഒന്ന് കൈവന്നിച്ചാണ്. സ്റ്റേജിൽ നിന്ന് വേണ്ടട്ടോ. മതി താത്തിക്കോളി. ഇവിടെ കുറേ ഹാഫിളുകൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികൾ ഹിഫ്ളിന് പഠിക്കണവരാണ്. 114 അധ്യായത്തിൽ പരന്നു കിടക്കുന്ന 6000 ചില്ല ആയത്തിലുള്ള 10,27,000 അക്ഷരങ്ങൾ. ഒരക്ഷരത്തിന് 10 കൂലി. മുഹമ്മദ് മുസ്തഫ 10,27,000 അക്ഷരങ്ങളെ 10 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കാണ്. 1,02,70,000 കൂലി ഒരു ഖത്മ് ഖുർആൻ ഓതി തീർത്താൽ കിട്ടും. ഇത് ഷാഫി ഇമാം റമളാനിൽ 2 പ്രാവശ്യം വാങ്ങിയ ആളാണ്. എല്ലാ ദിവസങ്ങളിലും ഒരു പ്രാവശ്യം. അതന്നെ സുന്നത്ത് നിസ്കാരത്തിലാണെന്ന് അവരുടെ ചരിത്രമുള്ള ഗ്രന്ഥത്തിലൊക്കെ ഉണ്ട്. ഇസ്തിംബാത്തിന് വേറുണ്ട്, വാള് പറയുമ്പോൾ വേറുണ്ട്. സുന്നത്ത് നിസ്കാരം 2 ഖത്മ ഓതി തീർത്തിട്ട് നിസ്കരിച്ചിരുന്ന ആളാണ് മഹാനായ മുഹമ്മദ് ഇദ്രീസ് ഷാഫി. അതന്നെ അവർക്ക് മൂലക്കുരുണ്ടായിരുന്നു. ബാസൂർ പാത്രത്തിലിരുന്നിട്ട് ആ ദർസെടുത്ത ഒരു സെബക്ക് കഴിയുമ്പോഴേക്ക് പാത്രം രക്തം വാർന്നിട്ട് നിറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് കൊട്ടി കഴുകിയിട്ട് വെച്ചു കൊടുക്കും. 2ാമത്തെ സെബക്കയിലിരുന്നിട്ടാണ് നിറച്ചുക. അക്കാലത്ത് വാളെടുത്തിട്ട് യുദ്ധം ചെയ്തു. പഠിച്ചവനെ, യുദ്ധം ചെയ്യുമ്പോൾ വാളിങ്ങനെ വീശുന്ന സമയത്ത് പൈൽസ് പൊളിഞ്ഞിട്ട് രക്തം പമ്പ് ചെയ്തിട്ട് കാൽമക്കൂടി ഇറ്റിന് കണ്ടിട്ട് കുട്ടികൾ കരഞ്ഞു. എന്താ തറാവിക്കാരാത്ത ജലദോഷമായിരുന്നു ഉസ്താദെ എന്ന് പറഞ്ഞ ആ കാരണന്മാർക്കൊന്ന് ചിന്തിക്കുക. പൈൽസ് വീർത്തിട്ട് രക്തം വാർന്നൊഴുകുന്ന സമയത്ത് 2 ഖത്മ ഖുർആൻ ഓതി തീർക്കുമാർ സുന്നത്ത് നിസ്കരിച്ചിരുന്ന ആളാ നമ്മുടെ ഇമാം ഷാഫി ഇമാം. അവരെ ബർക്കത്തോണ്ട് ഇസാസ് അള്ളാഹു കബൂലാക്കി തട്ടെ. ഈ കുട്ടികൾ ഖുർആൻ്റെ സംരക്ഷണം അല്ല പറഞ്ഞത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ ഇന്നിട്ടാ പറഞ്ഞത്. അത് അളമത്തിന് വേണ്ടിയാണ്, ശരിയാണ്. പക്ഷെ അതിലൊരു ഇശാറത്തുണ്ട്. ഇത് അള്ളാഹു തആല ഈ മക്കളിലൂടെയാണ് പോറ്റുന്നതെന്ന്. അമേരിക്കയും ഈ ചൈനയും ഒക്കെ കൂടിയിട്ട് ഇസ്ലാമിനെ തകർക്കാൻ രംഗത്ത് വന്നിട്ട് എല്ലാ ലൈബ്രറികളും ആകെ പരതിയിട്ട് ഖുർആൻ്റെ എല്ലാ കോപ്പികളും ചുട്ട് കരിച്ചു നോട്ടുക. ഈ ആയത്ത് നിത്യകന്യകയാണ്. കാരണം ഇവിടെ പേപ്പറിലോ ലിപികളിലോ അക്ഷരങ്ങളിലോ മാത്രമല്ല ഖുർആൻ്റെ സംരക്ഷണം, കുലൂബുൽ ഹുഫാദിലൂടെയാണ്. ഈ കുട്ടികളെ മൊത്തം കരിക്കാൻ ഒരു മോടിക്കും കഴിയില്ല. അപ്പോൾ വേറെ കുട്ടികൾ വന്നു. അങ്ങനെ അപ്പോൾ ഖുർആൻ്റെ സംരക്ഷകരാണ് ഇവരിലൂടെ, ഇവരുടെ കുലൂബിലൂടെയാണ് അള്ളാഹു ഖുർആൻ സംരക്ഷിക്കുന്നത്. പേപ്പർ മറ്റൊരു കാര്യമാണ്, അത് പിന്നെ ഉണ്ടായതാണ്. മനുഷ്യൻ്റെ കൽബ് നേരത്തെ ഉണ്ട്, ഈ ആയത്ത് നേരത്തെ ഉണ്ട്, ഈ മക്കളുടെ കൽബിലൂടെയാണ്. അപ്പോൾ ഖുർആൻ സംരക്ഷിക്കുന്ന ഖുർആൻ്റെ വാഹകരായ മക്കൾ അവർ മുന്നിൽ നിരന്നിരിക്കുന്നുണ്ട്. അവർക്ക് ഓരോ മാസം കുറച്ച് പൈസ കിട്ടണം. നിങ്ങൾ കുറേ ആൾക്കാർ ഇന്നലെ പത്തനാപുരത്തിൻ്റെ കയ്യിൽ കൊടുത്തിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ കൊടുക്കാത്ത ചില ആളുകളുണ്ടാവും. കൊടുത്തവർക്കും ഇനി കൊടുക്കാം, അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ വലിയ സംഖ്യ എന്ന് ചോദിക്കണില്ല, ഒരു ചെറിയ സംഖ്യ അത് സ്വർഗത്തിൻ്റെ ടോക്കനായിട്ട് വെച്ചോളൂ. ഞാൻ പറയല്ല. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. ഉമ്മമാരെ, ഞാനൊരു കഥ പറഞ്ഞു തരാം. 2 മിനിറ്റ് കൊണ്ട് നിർത്താൻ പറ്റുന്നൊരു കഥയാണ്. മഹാനായ അബൂ ഹുറൈറ
റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂലിന്റെ കൂടെ മദീന പ്രാന്ത പ്രദേശത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. അഹ്ലു സുഫയിലെ മുതഅല്ലിമീങ്ങളും മുദരിസുൽ ആലമായ മുഹമ്മദ് മുസ്തഫയോ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുകയാണ്. അപ്പൊ അഹ്ലു സുഫയിലെ 400 വിദ്യാർത്ഥികളിൽ ക്യാപ്റ്റനായിരുന്നല്ലോ അബൂ ഹുറൈറ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ഒരു പെണ്ണ് ചോദിച്ചു, അബൂ ഹുറൈറ ഒന്ന് നില്ല് അബൂ ഹുറൈറ, ഒരു സംശയം ചോദിക്കാനാണ്. ഒരു സംശയം ചോദിക്കാനാ, ഒന്ന് നിൽക്കി മോനെ എന്ന് പറഞ്ഞു. അപൂർവ്വം ഒരു മസാല ചോദിക്കാനാണെന്ന്. എന്തേ? ഞാനൊരു തെറ്റ് ചെയ്തു, എനിക്ക് തോപ ഉണ്ടോ എന്ന് വെച്ചു. അപ്പോൾ അപൂർവ്വം വെച്ചു, നിങ്ങൾ ചെയ്ത തെറ്റെന്താ? ഞാൻ വ്യഭിചരിച്ചു, ഗർഭിണിയായി, പ്രസവിച്ചു, വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടീനെ കൊന്ന്, എനിക്ക് തോപ ഉണ്ടോ എന്ന് വെച്ചു. അങ്ങനത്തെ ഒരൊറ്റ പെണ്ണു ഈ സാസിലുണ്ടാവില്ല, ഉണ്ടാവില്ല. ഈ തെറ്റ് ചെയ്ത ഒറ്റ പെണ്ണു ഈ സാസിലുണ്ടാവില്ല. ഞാൻ വ്യഭിചരിച്ചു, കുട്ടിനെ കൊന്നും ചെയ്തു, തോപുണ്ടോന്ന് വെച്ചാൽ. അബൂഹുറൈറ റസൂലുള്ളാഹിന്റെ കോച്ചിങ് കിട്ടിയ ആളല്ലേ. ആ തെമ്മാടുത്തിനടുത്തിനൊക്കെ ഭയങ്കര എതിർപ്പല്ലേ. കേട്ട ഉക്കിൽ പറഞ്ഞു, എനിക്കങ്ങനെ അതാപിൽ ഞാൻ വിടും, എനിക്ക് തോപല്ലായിരുന്നു. ഫഹറത്ത് മഗ്ശിയൻ അലി, അപ്പ ബോധം കെട്ടാണ്ട് വീണോ പെണ്ണ്, ബോധം കെട്ടാണ്ട് വീണോ. ബോധം കെട്ട് വീണപ്പോൾ അബൂഹുറൈറ പേടിച്ചു, റസൂലുള്ളാഹിന്റെ അടുത്ത് ഓടി. പിന്നെ തലയിൽ ഇതിങ്ങനെ കിടന്ന് കറങ്ങാണ്. അല്ല നമ്മളെ കുട്ടികളാര് ഒരു വണ്ടി പോകുമ്പോൾ ഒരു ആളെ കാലുമ്പോൾ കൂടി പോയി ഓണടിച്ചിട്ടാണ്ട് പോകാൻ തിരിഞ്ഞു നോക്കണം കൂടി, അങ്ങനെയല്ലല്ലോ. ഈ ബോധം കെട്ട് വീണപ്പോൾ അബൂഹുറൈറ പിടുത്തം വിട്ടു. ഇത് തലേ കയറി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ടാണ്, നബിയെ എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റി അറിഞ്ഞ്. എന്തേ? ഞങ്ങളെ കൂടെ അങ്ങനെ ബാക്കിൽ വരുമ്പോൾ ഒരു പെണ്ണിനെ വിളിച്ചു, എന്നിട്ടൊരു മസാല വെച്ചു. എന്തേനോ? ഓളൊരു തെറ്റ് ചെയ്ത് തോപുണ്ടോയെന്ന് വെച്ചു. എന്തായാലും തെറ്റ്? വ്യഭിചരിച്ചിട്ട് അതിലുണ്ടായ കുട്ടീനെ കൊന്നെന്നാണ് എന്നോട് പറഞ്ഞേ, തോപുണ്ടോയെന്ന് വെച്ചു. അപ്പം എന്തേ പറഞ്ഞേ? ഞങ്ങൾക്ക് തോപില്ല, പോടുന്നെന്ന് പറഞ്ഞു. അതിലോ ആ പെണ്ണ് ബോധം കെട്ടാണ്ട് വീണോന്ന് പറഞ്ഞു. അതിൽ റസൂലുള്ളാഹിന്റെ കണ്ണ് ചുവത്തു. മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലിന്റെ കണ്ണ് ചുവന്നു. അബൂ ഹുറൈറ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന ആയത്ത് നീ കണ്ടിട്ടില്ലേ? ആ പെണ്ണ് ചെയ്തത് ശിർക്കല്ലല്ലോ. തൗബയില്ല എന്ന് പറയാനുള്ള താക്കോൽ നിന്റെ കയ്യിൽ അധികാരം ആരാണ് തന്നത്? അബൂ ഹുറൈറ, നബിയുനാ റസൂലുള്ളാഹി. അത് ശരി, അത് പറയാൻ ആരാ ആദ്യം നിന്നത്? അല്ല ബുറദാനെ പേടിച്ചിങ്ങനെ നിന്നു. നബിയെ സംഭവിച്ചു പോയാണ്, ഇനി എന്താ ചെയ്യാന്ന് വെച്ച്. റസൂൽ പറഞ്ഞു, വേഗം പോയിട്ട് പറയും തൗബ ഉണ്ട് എന്നല്ല, തൗബ സ്വീകരിച്ചിക്കണ്, സ്വർഗം ഉണ്ട് എന്ന് പറയും. മുഹമ്മദ് മുസ്തഫ. തെറ്റിദ്ധരിക്കണ്ട, സ്വർഗം ഈ പണിയെടുത്തതിനല്ല കേട്ടോ. ശരി, ആ ഹദീസൊക്കെ നേരത്തെ കേൾപ്പിക്കണ്ടെന്ന് ഒരാൾ. ഈ സംഭവം നടത്തിയതിനല്ല തൗബ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഈ പെണ്ണങ്ങോട്ട് ബോധം കെട്ട് വീണു, ഇനി ദുആയൊന്നും വേണ്ട, തീരുമാനായി. പിന്നെ ചരിത്രം പറയണ അപൂർവന പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മജ്നൂനിന്റെ മാതിരിയായി എന്നാണ്. അപ്പുറപ്പുറൊന്നും പറയണില്ല, ഹാലിളകിയിട്ട് എന്നോട് മസല ചോദിച്ച പെണ്ണവിടെ? അപ്പുറപ്പുറൊന്നുമില്ല. അപ്പൊ ആൾക്കാർ തന്നെ പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ കയറിയതാന്ന് പറഞ്ഞു. ഇത് ആളുകൾക്ക് അങ്ങനെ തോന്നുക. കുട്ടികൾ പറഞ്ഞു, നായനെ കണ്ട് പേടിച്ചാണ് ഈ കാരണം. വേറെ ചിലർ ഞാൻ കുറച്ച് നേരത്തെ കണ്ടല്ലോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആരോ പറഞ്ഞു വെള്ളത്തിൽ വല്ലതും പറ്റിട്ടുണ്ടാവും. കാരണം ആ ക്വാളിറ്റിയിലാണ് പൊടുത്തം വിട്ടിക്കണം. ഇതാണ് തലയിൽ കയറിയാണ്. അതിൽ എല്ലാവരും ഇങ്ങനെ കല്ലെടുത്ത് തരാനും കളിയാക്കുന്നത്. അപ്പോൾ മജ്നൂൻ മജ്നൂൻ അപ്പോൾ ഒരു പ്രായമുള്ള കാരണവരുണ്ട്. ആൾ പറഞ്ഞു, അങ്ങനെ പറയില്ലേ കുട്ടികളെ, ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ, എന്താ ഓൻ പറയണമെന്ന് ചോദിച്ചോട്ടായിരുന്നു. നമ്മൾ ദർസിലൊരു മുത്താലിമില്ല, പിരാന്തനാക്കല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാരണവർ പോയിട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് ചേർത്തി പിടിച്ചിരുന്നു. എന്താ ഈ പറഞ്ഞു? കാരണന്മാരല്ല ഇടപെടാ, എന്താ പറഞ്ഞേ? അപ്പം അങ്ങനെ കിതപ്പൊക്കെ മാറി. ഞാനും മുത്തുനബിയും കൂടി ഒരു സ്ഥലത്ത് കൂടെ പോകുമ്പോൾ, ബാക്കി പറയും, സ്ഥലത്ത് കൂടി പോകുമ്പോൾ പറയും, ഒരു പെണ്ണിനോട് ഒരു മസാല ചോദിച്ചു. എന്നിട്ട് ഓള് വ്യഭിചരിച്ചിട്ട് അതിൽ കുട്ടിണ്ടായി, കുട്ടീനെ കൊന്നോ, തൗബ ഉണ്ടോന്നാണ് ചോദിച്ചത്. എന്നിട്ട് അത് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഓള് ബോധം കെട്ട് വീണു. പിന്നെ ഞാൻ റസൂലുള്ളാഹിനടുത്ത് പറഞ്ഞപ്പോൾ റസൂൽ എന്നെ ആട്ടി. അവൾക്ക് തൗബ ഉണ്ടെന്ന് പറയാനും സ്വർഗ്ഗം ഉണ്ടെന്ന് പറയാനും പറഞ്ഞേൽപ്പിച്ചിരുന്നത്. ആ പെണ്ണ് എവിടെയെന്ന് വെച്ച്. അപ്പോൾ ഇയാൾ അതൊന്നും അങ്ങനെ നേരത്താണ്ട് ചോദിച്ചാൽ പറയുന്നില്ലേ? അല്ല, ഇത് നേരത്താണ്ട് ചോദിച്ചാൽ പറയുന്നില്ല, ആൾക്കാരൊക്കെ ഭ്രാന്തനാക്കോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ വരുന്ന വഴിയിലൊരു പെണ്ണ് വീണ് എടുക്കുന്നുണ്ട്.
മിക്കവാറും അതാണ് ഈ കാര്യം. അത് ഞാൻ കണ്ടപ്പോൾ ബോധം തെളിഞ്ഞിട്ട് കുടുംബക്കാർ വെള്ളം കൊടുക്കുന്നുണ്ട്, ഒന്ന് പോയൊക്കെ ചിലപ്പോൾ അതായിരിക്കും എന്ന് അറിഞ്ഞ്. അപ്പം അങ്ങോട്ട് ഓടുകയാണ്. ഓടിയപ്പോൾ സംഗതി ആ പെണ്ണ് തന്നെയാണ്. അപ്പം പെണ്ണ് കണ്ണെണീച്ചിട്ട് വെള്ളം ഇങ്ങനെ കുടിക്കുക, കുടുംബക്കാരിങ്ങനെ താങ്ങിയെടുക്കുകയാണ്. അതിലാണ് ആ വേറെല്ലാണ്ട് കരച്ചത്. ക്ഷമിക്കണം സഹോദരി, ക്ഷമിക്കണം. അപ്പൊ ഈ പെണ്ണ് കണ്ണോടിച്ചിട്ട് നിങ്ങളാരാ? ഞാൻ അബൂ ഹുറൈറ. എന്തേ എന്തേ ഇനി ബേജാറാക്കാൻ വന്നതാ? അല്ല, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് വരികയാണ്. എന്താണ് നിങ്ങളെ തൗബ സ്വീകരിച്ചിരിക്കണ്, നിങ്ങൾക്ക് സ്വർഗം ഉണ്ടെന്ന്. അപ്പോൾ ഈ പെണ്ണ് അറിഞ്ഞ് ഞാൻ ബോധം കെട്ടുന്ന കണ്ടിട്ട് പേടിച്ചിട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാണോ നേരാണോ എന്ന് ചോദിച്ചു. മോളെ, പെങ്ങളെ, ഇത് ഞാൻ അള്ളാന്റെ റസൂലിന്റെ അരികിൽ നിന്ന് വന്ന് പറയുകയാണ്. ഇത് വെറുതെ പറയുകയല്ല. ആ സമയത്ത് ആ സഹോദരി പറഞ്ഞു, എന്നാൽ എൻ്റെ എല്ലാ ഈത്തപ്പഴത്തോട്ടങ്ങളും ഞാൻ മുത്തല്ലിമീങ്ങൾക്ക് സ്വതക്ക ചെയ്തു. എന്റെ സാരിയോയില മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. സ്വർഗം പടച്ചവൻ തയ്യാറാക്കിയിട്ടുള്ള മുത്തഖീങ്ങളുടെ പ്രഥമമായ സ്വഭാവമായി ആ ആയത്തിൽ അല്ലാഹു പറയുന്നത്, സന്തോഷമുള്ള സമയത്തും സന്താപമുള്ള സമയത്തും ധർമ്മം ചെയ്യുന്നവരാ. ഇത്തത്തിന്റെ പകല് വിട്ടുപിരിയുമ്പോ, ഓ സഹോദരന്മാരെ സഹോദരിമാരെ, എന്റെ പ്രഭാഷണത്തിൽ നിന്ന് ഞാനും ഇവിടെ ചോദിക്കുമ്പോ, ഇൽമ പഠിക്കുന്ന ഹിഫ്ള് കരസ്ഥമാക്കുന്ന ഈ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ ടോക്കൺ ഒന്ന് കിട്ടാൻ, നരകത്തിന്റെ തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ പിരിയുന്ന റമളാനിന്റെ പര്യാവസാനത്തിന്റെ പരിശുദ്ധമായ വഖത്തിന്റെ സ്വർഗീയ ഭൂമികയാകുന്ന മജ്ലിസുൽ ഇൽമിൽ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് തരുമോ? അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ആനമങ്ങാട് ഉസ്താദ് 2000 കൊണ്ട് തുടങ്ങി. വലിയ സംഖ്യകൾ ഞാൻ പറയിപ്പിക്കുന്നില്ല, നിങ്ങളെ കൊണ്ട് പറ്റണ. എന്നാൽ ഞാൻ 2000 അവർ പറഞ്ഞു തുടങ്ങി. 2000 തരാൻ പറ്റുന്നവരൊക്കെ കൈവക്കി കാണി. ഇന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ കൊടുത്താൽ മതി. ഒന്ന് പൊക്കി. ഇന്നലെ കുറച്ച് ആളുകൾ കൊടുത്തിട്ടുണ്ട്, എന്നാലും 2000 ചോദിച്ചു. അതൊന്ന് പൊക്കി പറ്റണ ഒരു പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് ഉള്ളവരൊന്ന് വേഗം പറഞ്ഞേക്കണം ഇൻഷാ അല്ലാഹ്. ഒന്ന് പൊക്കി 2000 തരാൻ പറ്റുന്നവർ ഇൻഷാ അല്ലാഹ് ചെറിയ ദ്വായിൽ നമ്മൾ പിരിയാണ്. ഇൽമ പഠിക്കുന്ന കുട്ടികൾക്ക് ഹാഫലി ഞങ്ങൾക്ക് അൽഹംദുലില്ലാഹ് അവിടെ ബഹുമാനപ്പെട്ട ഒരാൾ ഒന്ന് ഇനി പറ്റുന്നവരൊന്ന് പറയും. അൽഹംദുലില്ലാഹ് ഒരു പ്രായമുള്ള ആൾ ഇനിയും പറയും, കുറച്ചും കൂടി കിട്ടണം. ഒന്നും അല്ലല്ലോ, കുട്ടികൾക്ക് ഒന്നും അല്ലല്ലോ, കുറച്ചും കൂടി കിട്ടണം എന്ന് പറയും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. പിന്നെ സമാപന ദ്വായും പിരിവിൽ എന്നേക്കാളും ക്യാമനാണ് ആനമങ്ങാട്. അപ്പോൾ ഒന്ന് ഇളക്കി പിരിക്കാൻ അദ്ദേഹത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്.